ആകാശവാണി. എന്തൊരു കാറ്റും മഴയുവാ ഇത്. വെള്ളം പൊങ്ങി പൊങ്ങി വരുവാ. അമ്മേ, അമ്മ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉമ്മറത്തേക്ക് വന്ന് നോക്കണോ? സുനിതേച്ചി വരുന്നെങ്കി ഞാൻ പറയൂലേ? അമ്മേ, വെള്ളം കേറി പഠിക്കലോളം എത്തി. മഴ പെയ്യണത് കണ്ടില്ലേ? ഈ കണക്കിന് അകത്തേക്കും കേറും തീർച്ചയാ. നിനക്കത്ര പേടിയാണെങ്കിൽ മാളികയിൽ കയറി നോക്കിക്കൂടെ? ഇവിടെ ഇരുന്ന് നോക്കിയാലാ കാണാൻ രസം. ഗോപി കാലത്ത് പോയതാണല്ലോ. നേരെ സന്ധ്യ ആവാറായി. വിവരം അറിയാത്തതുകൊണ്ട് മനസ്സിനൊരു സ്വസ്ഥതയില്ല. ജാനകി, വെള്ളപ്പൊക്കത്തിലൊന്നും സുനിത ഇങ്ങോട്ട് പുറപ്പെടില്ല. അവൾ അത്ര ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ. അത് തന്നെ എനിക്കും പേടി. ഈശ്വര, വെള്ളം ഇത്ര പെട്ടെന്ന് ഇങ്ങനെ കയറുമെന്ന് ആരെങ്കിലും കരുതിയോ? ദാ നോക്കമ്മേ, ദോ നമ്മുടെ നേരത്തുമ്പോ കൂടി ഒരു തോണി വരുന്നു. അതില് പെണ്ണുങ്ങളും ഉണ്ടല്ലോ. അപ്പൊ നമ്മുടെ സുനിതേച്ചി ഉണ്ടാവും. അത് ഇങ്ങോട്ട് തന്നെയാ വരുന്നേ. ഇങ്ങോട്ട് വരട്ടെ അവള്, കാണട്ടെ ഞാൻ അവളെ. ഞാൻ പറഞ്ഞു എന്ന് കരുതി ഈ പെരുമഴയത്ത് തന്നെ അവൾ ഇറങ്ങി പുറപ്പെടുന്നായിരുന്നോ? അല്ലെങ്കിൽ എന്തിനാ അവളെ പറയുന്നത്? അച്ഛനും അമ്മയില്ലാത്ത ആ കുട്ടിക്ക് എല്ലാം ഞാനാ. അച്ഛാ, ഈ അമ്മയ്ക്ക് എന്നോടും ഏട്ടനോടും ഉള്ളതിനേക്കാളൊക്കെ സ്നേഹം സുനിതേച്ചിയോടാ. നേരാ, എന്റെ ഏട്ടന്റെ മോളാ അവള്. എനിക്കൊരു മോളില്ലാത്ത കുറവ് അവളാ നികത്തുന്നത്. സേതു, ഒന്ന് നല്ലോണം നോക്കുമോനെ. ഗോപിയുണ്ടോ ആ തോണിയില്? മനസ്സിലാവണില്ലല്ലോ അച്ഛാ. അവളുണ്ടാവും തീർച്ച. അയ്യോ അമ്മേ, അമ്മേതാ ആ തോണി സ്കൂളിന്റെ ഭാഗത്തേക്ക് തന്നെ തിരിഞ്ഞു പോവുക. ഈശ്വര, എനിക്കാകെപ്പാടെ പേടിയാവണം. വെള്ളപ്പൊക്കം. കെ.ടി. മുഹമ്മദ് എഴുതിയ നാടകം. സംവിധാനം സി കൃഷ്ണകുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: പരമേശ്വരൻ നായർ വി നാരായണൻ, ഗോവിന്ദൻ നായർ വിജയൻ വി നായർ, കുഞ്ഞാലി ഹാജി രാജഗോപാലൻ കാരപ്പറ്റ, അവറാൻ മുഹമ്മദ് പേരാമ്പ്ര, ഗോപി വിശ്വൻ നന്മണ്ട, ഉസ്മാൻ ഹേമന്ത് കുമാർ മാങ്കാവ്, സേതു ഡോക്ടർ റോഷൻ ബിജലി, ജാനകി എൽ.സി. സുകുമാരൻ, ബിയാത്തു ടി സൌജത്ത്, സുബൈദ എ.എൻ. ജഷിതകുമാരി. വെള്ളപ്പൊക്കം. ഒരു ചെറിയ തോണി കിട്ടിയിരുന്നെങ്കിൽ ഈ വെള്ളത്തിലൂടെ ഒന്ന് ചുറ്റി സഞ്ചരിക്കായിരുന്നു. എന്ത് രസായിരിക്കും. ഓ സേതു, ഒന്നും മിണ്ടാതിരിക്കുന്ന നല്ലത്. എന്റെ മനസ്സിൽ തീയാണ്. ജാനകി, ഗോപി നിന്റെ അനിയത്തിയുടെ വീട്ടിലെത്തിക്കാണും. സുനിത വെള്ളം കാരണം പുറപ്പെട്ടിട്ടും ഉണ്ടാവില്ല. ഈ അമ്മയ്ക്ക് പറഞ്ഞാ മനസ്സിലാവൂല അച്ഛാ. അച്ഛനും മോനും മനസ്സിലാവുന്നുണ്ടല്ലോ. സേതു, അവര് വരുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിക്കേ. അത് ഞാൻ ഏറ്റ്. അച്ഛാ, അമ്മയുടെ മനസ്സിലിപ്പോ സുനിതേച്ചി മാത്ര. അവളുടെ മനസ്സിൽ മാത്രമല്ല, ഇവിടെ എല്ലാവരുടെ മനസ്സിലും. അല്ലച്ചാ, ഞാനൊന്ന് ചോദിക്കട്ടെ. ഈ മഴ പെയ്ക്കുന്നത് ഈശ്വരനാ? അതെ. എന്നാ ഈശ്വരനെ കണ്ണ് കാണൂല എന്നുള്ളത് തീർച്ചയാ. ഒന്നിച്ചിങ്ങനെ ഒറ്റയടിക്ക് പെയ്ച്ചിട്ടല്ലേ വെള്ളപ്പൊക്കം ഉണ്ടാവണത്. എത്ര ആൾക്കാരാ മരിക്കണതും കഷ്ടപ്പെടുന്നതും. ഈശ്വരന് കുറേശ്ശെ ആയിട്ട് എല്ലാ സ്ഥലത്തും പെയ്ച്ചൂടെ? ഈശ്വരൻ ചെയ്യുന്നതിന് ഞാനാണോ മറുപടി പറയുക? നീ ഈശ്വരനോട് തന്നെ അങ്ങ് ചോദിക്കും. അതിനെവിടെ ഈശ്വരൻ? കണ്ടാ ഇത് മാത്രമല്ല, കുറെ കാര്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ടായിരുന്നു. സേതു, ഒരു തോണി കൂടി ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. നോക്കടാ, ആരാ അതില്? അതില് നമ്മുടെ ഗോപിയേട്ടനും ഗോപിയേട്ടന്റെ കൂടെ പഠിപ്പിക്കുന്ന ഉസ്മാൻ മാഷില്ലേ? അമ്മേ, ദേ ഏട്ടൻ വന്നു കേട്ടോ. എവിടെ? ഇതാ നമ്മുടെ ഉമ്മറത്തേക്ക് വരുന്ന തോണിയില്ലേ, അതിലുണ്ട്. ആ തോണിയിലും എന്റെ മോളെ കാണുന്നില്ലല്ലോ. ഈശ്വര, മോനെ ഗോപി, എവിടെടാ എന്റെ മോള്? എന്റെ സുനിത മോൾ എവിടെ? അവളെ ഇങ്ങോട്ട് എത്തിയില്ലേ? എന്താ ഗോപി നീ പറയുന്നത്? കാലത്ത് ഇങ്ങോട്ട് പുറപ്പെട്ടു എന്ന് പറഞ്ഞു. ചതിച്ചോ എന്റെ ഈശ്വര? ജാനകി, അവള് വല്ലയിടത്തും കയറി നിന്ന് കാണും. ബേജാറാവൊന്നും വേണ്ട, വല്ല തോണിയിലും കേറി. എന്നാലും ഇവിടെ എത്തേണ്ട നേരം കഴിഞ്ഞല്ലോ മോനെ. അമ്മ വിഷമിക്കണ്ട, എവിടെയുണ്ടെങ്കിലും ഞങ്ങൾ കണ്ടുപിടിച്ചു കൊണ്ടുവരും. ഗോപി, നമുക്ക് ആ സ്കൂളിലൊക്കെ ഒന്ന് ചെന്ന് നോക്കാം. വെള്ളം കയറിക്കൊണ്ടിരിക്കുക. കുറച്ച് തോണികൾ കൂടി വേണം. ഞങ്ങൾ അതിന്റെ തിരക്കില്ല. ഒരു നിമിഷം നിൽക്ക്, ഞാൻ ഇതാ വരുന്നു. ഇളയമ്മ അവളോട് ഈ മഴയത്ത് പോണ്ടാന്ന് കുറെ പറഞ്ഞതാ.
പോയേ തീരുമെന്നൊരു വാശി. അപ്പോഴാണെങ്കിൽ ഇത്രയും വെള്ളം ഉണ്ടായിരുന്നില്ല. ചിലപ്പോ ഞങ്ങളുടെ സ്കൂളിൽ എത്തിയിട്ടുണ്ടാവും സുനിതേച്ചി. വർത്താനം പറഞ്ഞു നിൽക്കാതെ ഒന്ന് വേഗം പോയി നോക്ക് മക്കളെ. അമ്മേ, അച്ഛൻ വന്നാ ഞങ്ങൾ പുറപ്പെടുകയായി. സുനിതയും കൊണ്ടേ ഞങ്ങൾ തിരിച്ചു വരൂ. ഉസ്മാനെ, നിങ്ങളുടെ പ്രവർത്തനത്തിന് തൽക്കാലം എന്റെ വക ഇതാ ഇതിരിക്കട്ടെ. ഉസ്മാനെ, അച്ഛന്റെ ഈ കാരുണ്യം നാം സ്വീകരിക്കണം. വർഷാവർഷം ഈ ദേശം അനുഭവിക്കുന്നതായി ഈ വെള്ളപ്പൊക്കം. അതിൽ നിന്നും രക്ഷപ്പെടാൻ കിഴക്കുംപാടത്ത് ബണ്ട് കെട്ടാൻ നാട്ടുകാർ തീരുമാനിച്ചു. അമ്പലവും പള്ളിയും വെള്ളത്തിലാകുമെന്ന് പറഞ്ഞ് എതിർക്കാനായി ഇവിടെ ആളുണ്ടായത്. എന്തിനാ ആ കാര്യങ്ങളൊക്കെ നീ ഓർമ്മിപ്പിക്കുന്നത്? അന്ന് അച്ഛൻ ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു. അച്ഛൻ ആ എതിർപ്പുകാരുടെ കൂടെയാണ് നിന്നത്. ഈ ഉസ്മാന്റെ വാപ്പ കുഞ്ഞാലി ഹാജി വൈസ് പ്രസിഡന്റ് ആയിരുന്നു എന്നുകൂടി പറ മോനെ. എന്തുകൊണ്ട് ആ ശ്രമത്തെ നിങ്ങൾ എല്ലാവരും കൂടി എതിർത്തു? ഇവിടുത്തെ ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും വികാരത്തെ മാനിച്ച്. അച്ഛാ, ഇത്തരമൊരു സംവാദത്തിനുള്ള സമയമല്ലിത്. സമുദായങ്ങളുടെ വികാരം എന്ന് അച്ഛൻ പറഞ്ഞല്ലോ. ഈ വെള്ളപ്പൊക്കത്തെ മുൻനിർത്തി ആ വികാരത്തെ നമുക്ക് ന്യായീകരിക്കാൻ കഴിയോ? വാ ഉസ്മാനെ, നമുക്ക് പോകാം. ഗോപി, നമുക്കറിയാവുന്നതാണ് അമ്പലവും പള്ളിയും ഒന്നും ആയിരുന്നില്ല പ്രശ്നം. ഇവിടുത്തെ ജന്മികളായിട്ട് കുറച്ചുപേരുണ്ടല്ലോ, 2 സമുദായങ്ങളിലായിട്ട്. അവരുടെ കൃഷിനിലങ്ങൾ വെള്ളത്തിലാവും. ആരാധനാലയങ്ങളുടെ പേര് പറഞ്ഞ് അവരായിരുന്നു ആ എതിർപ്പിന് പിന്നിൽ. ഗോപിയുടെ അച്ഛൻ അത് മനസ്സിലാക്കാതെ പോയി. അതെ, ഇന്നിപ്പം ഞാൻ മറുപടി പറയില്ല. പറഞ്ഞാൽ ഞാൻ തരുന്ന സംഭാവന ധിക്കരിക്കുന്ന നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല. നിങ്ങളിപ്പോ പോയിക്കോളൂ. അയ്യോ അയ്യോ അച്ഛ, അയ്യോ ഗോപിയേട്ട, അതേ നോക്കിയേ, ആരോ വെള്ളത്തില്. നമ്മുടെ സുനിതേച്ചി ആയിരിക്കോ? അമ്മേ, അമ്മേ, വാടാ, ഗോപി, വാടാ, നമുക്ക് പോകാം. എന്റെ മോള് എവിടെ? എന്റെ പൊന്നു മോള്. ജാനകി, ബഹളം വെക്കാതെ. അമ്മേ കരയാതെ, ഏട്ടൻ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. ഏട്ടാ ഞാനും വരാം, പിടിക്കാം. ഗോപി, വെള്ളം പിടിക്ക്. ഉസ്മാനെ തിരക്കല്ലേ, നീ ഒന്ന് പുറകോട്ട് ആ കാല് പിടിച്ചോ, കാലിനോട് പിടിച്ചോ. കസേര ഒന്നും അങ്ങോട്ട് വലിച്ചാളാ. ശ്വാസം കഴിക്കുന്നുണ്ട് കേട്ടോ, ബോധമുണ്ട്. എവിടെ 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 എന്റെ മോള്? ഇത് എന്റെ മോളല്ലല്ലോ. മോനെ, എന്റെ മോളെവിടെടാ? എന്റെ പൊന്നു മോളെവിടെ? മോളെ, വാപ്പാ, വാപ്പാ. വിഷമിക്കണ്ട, ബാപ്പയെ നമുക്ക് കണ്ടുപിടിക്കാം. എന്റെ തട്ടോ. സേതു, നീ ഒരു തോർത്തമുണ്ട് എടുത്തും കൂടെ കൊടുക്ക്. എന്താ നിന്റെ പേര്? സുബൈദ. നീ ഏതാ? ഉസ്മാനെ, അവള് വിശ്രമിക്കട്ടെ. ഇതാ തോർത്ത്. ജാനകി, ഈ കുട്ടിയെ കൊണ്ടുപോയി ഈ നനഞ്ഞതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കൂ. അതിന് ഇവക്ക് മാറ്റാൻ ഇവിടെ ഉടുപ്പ്. ഇങ്ങനത്തെ ഉടുപ്പുകൾ തന്നെ വേണമെന്നില്ല. ജാനകി, സുനിതയുടെ ഏതെങ്കിലും ഉടുപ്പുകൾ മതി. സുബൈദ, ഇങ്ങനെ ഇരുന്ന ദീനം പിടിക്കും. ആ, നീ അകത്തേക്ക് ചെല്ലേ. നിങ്ങൾ പോയി എന്റെ മോളെ എവിടെയാന്ന് നോക്കിയാട്ടെ. ആ ഗോപി, നീ വേഗം ഡ്രസ് മാറ്റിട്ട് വാ. അതെ, ഈ കുട്ടി ഏതാന്ന് അറിയോ? ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ അങ്ങാടിയില് ബീഡി തിരക്കുന്ന ഒരാളില്ലേ, കുറച്ച് താടിയൊക്കെ ഉള്ള. എന്തായിരുന്നു അയാളുടെ പേര്? ആ, കുഞ്ഞമതുക്ക. ആ അതന്നെ. ഓ, അയാളുടെ മോളാണോ ഇത്? അല്പം കൂടി താമസിച്ചിരുന്നെങ്കിലേ കഥ കഴിഞ്ഞിരുന്നു. ഉസ്മാനെ, നിങ്ങൾ കുഞ്ഞാമ്മദിനെ കണ്ട് ഈ വിവരം പറയണം. അതുവരെ അവൾ ഇവിടെ നിൽക്കട്ടെ. അസൗകര്യമൊന്നും ആവില്ലല്ലോ. നിങ്ങൾ ഉടനെ പോയി സുനിതയെ ഒന്ന് കണ്ടുപിടിക്കുക. ഞങ്ങൾ ആദ്യം പോകുന്നത് സ്കൂളിലേക്കാണ്. അവിടെയാണ് എല്ലാവരും എത്തിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അധികപക്ഷവും സുനിത അവിടെ എത്തിക്കാണും. അവളെ കാണാൻ താമസിച്ചാൽ ജാനകി ഇവിടെ പൊറുപ്പിക്കാൻ കഴിയില്ല. ഉസ്മാനെ, വാ, നമുക്ക് പോകാം. പോവാ. അച്ഛാ, നേരത്തെ ഏട്ടൻ ബണ്ട് ബണ്ട് എന്നെല്ലാം പറയുന്ന കേട്ടല്ലോ, എന്താ അച്ഛാ അത്? മോനെ, കിഴക്കുംപാടത്തൊരു ബണ്ട് കെട്ടിയാൽ വെള്ളം ഇതുപോലെ കണ്ണും മൂക്കുമില്ലാതെ ഈ പ്രദേശത്തേക്ക് ഒഴുകില്ല. ഈ ഭാഗത്തുള്ളവർക്ക് അത്ര കുഴപ്പവും ഉണ്ടാവില്ല. അന്ന് അവരൊക്കെ കൂടി അങ്ങനെ ആലോചിച്ചപ്പോ എതിർത്തവരുടെ കൂട്ടത്തിൽ ഈ അച്ഛനുണ്ടായിരുന്നു. അതെന്തിനാ അച്ഛൻ അന്ന് എതിർത്തത്? അമ്പലവും പള്ളിയും നിൽക്കുന്നത് താണഭാഗത്തല്ലേ. ബണ്ട് കെട്ടിയ രണ്ടും വെള്ളത്തിലായി പോകും. എന്ന് വെച്ചാ അവിടുത്തെ ദൈവങ്ങളൊക്കെ മുങ്ങി ചത്തുപോകും അല്ലേ? സേതു, മിണ്ടിപ്പോകരുത്. ദൈവങ്ങൾ മരിക്കേ. സർവശക്തരും സർവവ്യാപികളുമാണവർ. അപ്പൊ പിന്നെ അമ്പലവും പള്ളിയും ഒക്കെ അവിടെ തന്നെ വേണമെന്ന് എന്തിനാ ഇത്ര വാശി പിടിക്കുന്നത്?
നിന്നോട് തർക്കിക്കാനോ നിന്നെ പറഞ്ഞ് മനസ്സിലാക്കാനോ ഈ അച്ഛനിപ്പോ വയ്യ മോനെ. പിന്നെ എന്താ അച്ഛന് കഴിയാ? ഗോവിന്ദ, ഗോവിന്ദ. അയ്യോ അച്ഛാ, എന്താടാ? വല്യച്ഛൻ. ഏട്ടനോ? ഏട്ടാ, ഇങ്ങോട്ട് കയറിക്കോളൂ. ആ, നീ ഒരു മുണ്ടും ഒരു തോർത്തുമുണ്ടും ഇങ്ങോട്ട് കൊടുത്തയക്കുക. ഞാൻ ഈ നനയതൊക്കെ ഒന്ന് മാറ്റട്ടെ. ഓഹോ, കലികാലത്തിന്റെ മഴയാന്നാ തോന്നുന്നത്. ഏട്ടന് നേരത്തെ തന്നെ ഇങ്ങോട്ട് പോന്നൂടായിരുന്നോ? ഹ, നേരത്തെ ഇങ്ങോട്ട് വരാൻ പറയുന്നു. എടോ, വീട്ടിനകത്ത് മുട്ടോളം വെള്ള, അവിടെ വേറെ ആരുമില്ലാന്ന് നിനക്കറിയാലോ. ഏട്ടൻ മുങ്ങിച്ചെത്തോ ഇല്ലയോ എന്നറിയാൻ ആരെങ്കിലും ഒരാളെ അയച്ചോ താൻ? ഒന്നിങ്ങ് വന്നേ. ഇവിടെ കൂടാനാന്നാ തോന്നുന്നേ. ഏത് മുറിയിലാച്ചാ? താഴെ ഇപ്പം സേതു, നീ ഒരു കാര്യം ചെയ്യും, വലിയച്ഛന്റെ സാധനങ്ങളെല്ലാം മുകളിലെ മുറിയിൽ കൊണ്ടുപോയി വെക്ക്. ആ, അത് ശരിയാ. സേതോ, ഓ, എന്തോ? ആ പൂജാമണി അവിടെ ഇങ്ങോട്ട് വെക്കുക. ആഹാ, അച്ഛാ, വല്യച്ഛന്റെ കോളിംഗ് ബെല്ലാ, ദൈവങ്ങളെയും മനുഷ്യരെയും വിളിക്കാൻ. മിണ്ടിപ്പോരുത്. ഈ ഭക്തന്മാർ എന്ന് പറഞ്ഞവർ എവിടെ പോയി കിടക്കുക? അമ്പലത്തിന്റെ ചുറ്റുമതിൽ ഒരു ഭാഗം പൊടിഞ്ഞു വീഴാൻ തുടങ്ങി. ഏട്ടൻ ഈ വെള്ളത്തിലൂടെ ഇങ്ങനെ തപ്പി തടഞ്ഞ് വരേണ്ടായിരുന്നു. ഞാൻ ഇങ്ങോട്ട് വന്നത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന്. അതല്ല, വല്ല തോണിയും വരുമ്പം അതിൽ കയറി പോന്നൂടായിരുന്നില്ലേ എന്നാ ഞാൻ ചോദിച്ചത്. ആ, നോക്കാഞ്ഞിട്ടല്ല, ഒന്ന് രണ്ടെണ്ണം വരികയും ചെയ്തു. അതിലൊക്കെ കണ്ട മാപ്പിളാരും കോപ്പിളാരും ഒക്കെ. ഞാനൊന്നും അതിൽ കയറില്ല. ഏട്ടാ, ഇവിടെ ഞങ്ങളൊക്കെ വിഷമിച്ചിരിക്കുകയാണ്. എന്നെ ഇങ്ങോട്ട് കെട്ടിയെടുക്കുമെന്ന് പേടിച്ചിട്ടാണോ? അല്ല, 3-4 ദിവസം മുമ്പ് സുനിത അവളുടെ ഇളയമ്മയുടെ വീട്ടിൽ പോയതായിരുന്നു. അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ചു പോന്നു അത്രേ. ഇവിടെ എത്തിയിട്ടുമില്ല. എന്നിട്ട് ആരും അന്വേഷിച്ചു പോയില്ലേ ഇതുവരെ? ഗോപി പോയിരിക്കുക. പേടിക്കണ്ട, ഭഗവാൻ അവളെ കാത്തു രക്ഷിച്ചോളും. നന്നായിട്ട് അങ്ങോട്ട് പ്രാർത്ഥിച്ചോളും. ആ, ഏട്ടന് മുകളിലത്തെ മുറിയിൽ പോയി കിടക്കാം. ആ, അല്ല, ഇവിടെ നിന്റെ സഹധർമ്മിണി എന്നൊരാളുണ്ടായിരുന്നല്ലോ, എവിടെ പോയി അവള്? അവൾ അകത്തുണ്ട്. ആഹാ, അവൾ ആകെ അസ്വസ്ഥയായിരിക്കുകയാണ്. പ്രകൃതിയെ അസ്വസ്ഥായിരിക്കുക. മനുഷ്യന്റെ കാര്യം പിന്നെ പറയാനുണ്ടോ? കൃഷ്ണ ഗുരുവായൂരപ്പ. അച്ഛാ, അച്ഛാ, എന്താടാ? ഈ വല്യച്ഛൻ ദൈവങ്ങളുടെ പേര് വിളിച്ചപ്പോ എനിക്ക് ചോദിക്കാൻ തോന്നി കേട്ടോ. എന്താടാ ചോദിക്കാൻ തോന്നിയത്? എവിടുന്ന് വിളിച്ചാലും ദൈവങ്ങൾ വിളി കേൾക്കുമെങ്കിൽ കഷ്ടപ്പെട്ട് അമ്പലവും പള്ളിയൊക്കെ തെരഞ്ഞു പോകുന്നത് എന്തിനാ? എടാ, എന്നോട് ചോദിച്ചതുപോലെ വല്യച്ഛനോട് ചോദിച്ചാലുണ്ടല്ലോ, നിന്റെ നാവ് പിന്നെ വായി കാണില്ല. എന്താടാ എന്താണ് ചിരിക്കുന്നത്? അല്ല, ഇതുവരെ കാറ്റും ഇടിയും മഴയൊക്കെ പുറത്തായിരുന്നു, ഇപ്പൊ അകത്തുമായി. മോനെ, ആ ഉമ്മക്കുട്ടി ഇവിടെ വന്നു വിട്ട കാര്യം അറിഞ്ഞാൽ ഏട്ടൻ എന്താ പറയുക എന്നാ എന്റെ പേടി. ആ ഉമ്മക്കുട്ടി എന്ത് പിഴച്ചാ? മോനെ, ഏട്ടൻ കുഞ്ഞാലി ഹാജിക്ക് വിറ്റ സ്ഥലത്താണ് ആ മാപ്പിളപ്പള്ളി പണിഞ്ഞത്. പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഏട്ടന്റെ ഭാര്യയ്ക്ക് അസുഖം വന്നു. അവിടുന്ന് 1ാമത്തെ ബാങ്ക് കേട്ട ദിവസം ഏട്ടത്തിയമ്മ മരിക്കുകയും ചെയ്തു. ആ സ്ഥലത്ത് ഈശ്വര സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നാണ് പ്രശ്നം വെച്ച കണിയാന്മാര് പറഞ്ഞത്. അറിയാതെയാണെങ്കിലും ഒരു മഹാഭാവം ചെയ്ത തോന്നലായിരുന്നു ഏട്ടൻ. അമ്പലവും പൂജയും ഭക്തിയുമായി പിന്നീടുള്ള ജീവിതം. കേട്ടില്ലേ, ഏതു സമയത്തും പൂജാമണിയുമായിട്ടാ നടപ്പ്. അല്ലച്ചാ, എന്തുകൊണ്ടാ ആ ഉമ്മക്കുട്ടി ഇവിടെ വന്ന് പെട്ടത്? നിനക്കറിയാത്തതാണോ അത്? അല്ല, അതിന് അച്ഛനെന്താ പറയാ? ഈശ്വരേച്ഛ എന്ന്. ആ സമയത്ത് ഗോപിയേട്ടനും ഉസ്മാമാഷും ഒന്നും വന്നില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? നമ്മൾ നോക്കി നിൽക്കേണ്ടി വരില്ലായിരുന്നോ? ഈശ്വരനാണ് സേതു ആ സമയത്ത് അവരെവിടെ എത്തിച്ചത്. നിനക്കിപ്പോ മനസ്സിലായോ? അപ്പോ അവരുടെ അള്ളാഹു ആണ് അവരെവിടെ എത്തിച്ചതെന്ന് ഉസ്മാമാഷ് പറഞ്ഞാലോ? എല്ലാ ദൈവങ്ങളും ഒന്നാണ് സേതു, പേരിന് മാത്രമേ വ്യത്യാസമുള്ളൂ. ശരിയാണ് അച്ഛാ, എനിക്കും തോന്നിയിട്ടുണ്ട്. എന്നാലും ഞാനൊന്ന് ചോദിച്ചോട്ടെ, അവര് വന്നപ്പോഴാണ് ആ കുട്ടി ഇവിടെ എത്തിയത് എന്നും വിചാരിച്ചൂടെ? അതും ഈശ്വരേച്ഛയാണ്. അച്ഛൻ ഇതുപോലെ വല്യച്ഛനോട് അങ്ങ് പറഞ്ഞൂടെ? സേതു, സുനിത മോളെ കാണാതായാൽ അതും ഈശ്വരേച്ഛയാണെന്ന് നീ എന്നെ കൊണ്ട് പറയിക്കോ സേതു, പറയിക്കോ? അച്ഛാ, സേതു, എന്റെ മോള്. ജാനകി, നമുക്ക് പ്രാർത്ഥിക്കാം. ഈശ്വര. അച്ഛാ, സുനിതേച്ചിയുടെ കാര്യം ഓർക്കുമ്പോ, അമ്മയുടെ കാര്യം ഓർക്കുമ്പോ. സേതു, നീ അമ്മയുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെ കരഞ്ഞു പറയരുത്. ഇല്ല അച്ഛാ, ഇല്ല.
ഞാൻ കരയില്ല. അമ്മേ, തമാശ പറഞ്ഞ് രസിപ്പിക്കണം കേട്ടോ. ആ അല്ലച്ചാ, ആ ഉമ്മക്കുട്ടിയുടെ പേരെന്താന്നാ പറഞ്ഞത്? സുബൈദ. സുബൈദ. ആ പേര് പറയാൻ നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല അല്ലേ? സുനിത, സുബൈദ, ഒരുപോലുള്ള പേര്. അമ്മേ, ഇതാ അമ്മേ, കണ്ടില്ലേ? നമ്മുടെ സുനിതേച്ചി തന്നെ. അച്ഛാ, ഈ ജാതിയും മതവും കുറെയൊക്കെ ഉടുപ്പുകൊണ്ടാ ഉണ്ടാവുന്നതല്ലേ? ഇപ്പൊ സുബൈദയെ കണ്ട സുനിതേച്ചി അല്ലെന്ന് ആരെങ്കിലും പറയോ അച്ഛാ? ഇത് അല്ല അല്ല അല്ല, ഇതെന്റെ മോളല്ല. അല്ല, ഇതെന്റെ മോളല്ല. അയ്യോ ജാനകി, അമ്മേ, ജാനകി, അമ്മേ, ജാനകി, അമ്മേ. അകത്തേക്ക് ഇരിക്കാം. എന്താ അവിടെ ഒരു ബഹളം? ഏ ഇതേതാ? ഗോവിന്ദ, ഗോവിന്ദ. ഓ, ഏതാടാ കുട്ടി? ചോദിച്ചത് കേട്ടില്ലേ? ഏട്ടാ, അത് വെള്ളപ്പൊക്കത്തിന് വഴിതെറ്റി ഈ വീടിന് മുന്നിൽ വന്നു പെട്ടതാ. അത് മനസ്സിലായി. അവൾ ഏതാണെന്നാ ഞാൻ ചോദിച്ചത്. അത് അങ്ങാടിയിൽ ബീഡി തിരക്കുന്ന കുഞ്ഞാമതിന്റെ മോള. എന്ത്? എന്താ ഞാൻ കേട്ടത്? ശിവ 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 ശിവ. എന്റെ അല്ലാ, എന്തൊരു ഹലാക്കിന്റെ മഴയാണ് ഇന്റെ പഠിച്ചോനെ ഇത്. ഹാജിയാരെ, ഹാജിയാരില്ലേ അടുത്ത്? അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇരിക്കവറാനെ. ഇക്കണക്കിന് ഹായാരെ ഞമ്മളെ പള്ളി വെള്ളത്തിലായി പോവും. ഇല്ലെങ്കിൽ പിന്നെ ഞമ്മള് തൊണ്ട കീറി ബാങ്ക് വിളിക്കേണ്ടി വരൂലെന്ന്. എന്താ വറാനെ? അല്ല ഹാജിയാരെ, ബാങ്ക് കേട്ട് ആളുകൾ വന്നിട്ട് എന്താ കാര്യമൊന്ന്? നിക്കരിക്കണത് കുളത്തിലോ? എന്താടോ പള്ളി പൂട്ടിയോ? ആ, പൂട്ടി പൂട്ടി. വെള്ളം കേറിക്കൊണ്ടിരിക്കുക. ഞമ്മളിപ്പോ ഇങ്ങോട്ട് പോകുന്നത് എന്തിനാന്നറിയോ നിങ്ങക്ക്? എന്തേനു വേണ്ടത് ഉടനെ ചെയ്യണമെന്ന്. അയിനിപ്പോൾ അടിയന്തരായിട്ട് വേണ്ടിയത്? ഹാജിയാരെ, 4 മണിക്കൂറായി ഞമ്മള് പള്ളിന്റെ അടുത്ത് കാത്തു നിൽക്കുക ആ, ഒരു തോണിക്ക് വേണ്ടി. അവസാനം ഒന്ന് വരുന്നത് കണ്ട് തൊണ്ട പൊട്ടുന്നത് വരെ ഞമ്മള് വിളിച്ചു കൂവി. ഓല അടുപ്പിച്ചില്ലാന്ന്. എന്നാ കേട്ടിച്ചുണ്ടാവൂല വറാനെ. കേക്കാഞ്ഞിട്ടല്ല ഹാജിയാരെ, പിന്നെ ആ അച്ചൂട്ട് മുതലാളിന്റെ വക തോണിയേനു. ഓൾ ഹിന്ദുക്കളെ മാത്രം നോക്കി രക്ഷപ്പെടുത്തുകയെന്ന്. എന്താ വറാനെ നീ പറയുന്നത്? പട്ടാങ്ങാണ് ഹാജിയാരെ, റബ്ബാണ് നേരി. ദാ തോണി ഞമ്മടെ പള്ളിന്റെ അടുത്തൂടല്ലേ പോയത്. ആ തൊഴണ ബേലായി എന്നോട് പറഞ്ഞ എന്താന്ന് അറിയൂ നിങ്ങക്ക്? എന്തായിരുന്നു? ഇതില് കേറാൻ സ്ഥലമില്ലാന്ന്. ആ, ഇക്കണക്കിന് ഞമ്മളാളുകൾ മുഴുവൻ വെള്ളത്തിലായി പോവും. ഉടനെ കുറച്ച് തോണി ഇറക്കി ഞമ്മക്ക് ഞമ്മളാളെ കൂട്ടരെ രക്ഷിക്കണം. അല്ലെങ്കിൽ ഞമ്മക്ക് മാനക്കേടാചാരെ. അതിന് ഞമ്മക്ക് അതൊക്കെ നോക്കി നടത്താൻ ഇവിടെ ആരാ വറാനെ ഉള്ളത്? ഞമ്മക്ക് ഒന്നുള്ളതാണെങ്കിൽ ഇങ്ങോട്ടൊട്ട് കാണുന്നുമില്ലാലോ. ഓണിപ്പാൻ ദുരിതാശ്വാസത്തിന്റെ സെക്രട്ടേറിയറ്റ് നടക്കുകയല്ലേ? എന്താടോ? എന്താ നീയത്ത്? എന്തോ കണ്ട് പേടിച്ച മാതിരി ഉണ്ടല്ലോ ആചാര്യ. മയ്യത്തോ? എന്ത് മയ്യത്തി? ആരെ മയ്യത്തി? നമ്മള് വിറക് പറയണ്ട അവിടെയാ. മയ്യത്തോ? ഇഞ്ഞി കണ്ട? പോയി നോക്കുന്നുണ്ടോ വേഗോ? അവറാനെ, എന്തേ? ഇനി ഒന്നിച്ചോ നോക്കിട്ട് വന്ന. പെണ്ണുരുത്തിയാ കൗണാ കിടക്കണേ. ആചാര്യ, അത് മയ്യത്തല്ലാന്ന്. പിന്നെ എന്ത് കുന്താടോ? അത് ശവാന്ന്. ആ, പച്ച ശവോ. ഏതോ കാഫിർച്ച് പെണ്ണിന്റെതാണെന്നാ തോന്നുന്നത്. അവറാനെ, തോണിയിൽ ആരാ ഇങ്ങോട്ട് വരുന്നേ? അത് നിങ്ങളുടെ മോനാന്നാ തോന്നുന്നത്. ഓനിപ്പം പൊരിയും കുടിയും ഒന്നും വേണ്ടാതായിക്കണ്. അവറാനെ, ഓൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നാൽ ഇപ്പൊ ഒരേന്റെ അവത്ത് ആ ശവം കേട്ടു. ഒന്ന് ചെന്നിട്ട് അത് കുത്തി ഒഴുക്കിലേക്ക് അങ്ങോട്ട് നീക്കണം. അല്ല, ഞമ്മളോ? ആ, ഇഞ്ഞെന്നെ. അല്ലാന്ന് ആരാന്നും എവിടുത്തേതാന്നും അറിഞ്ഞിട്ട് ഓല വിവരം അറിയിച്ചാ പോരെ. ഓല് വന്ന് കൊണ്ടുപോയിക്കോളൂല്ലേ? ഇഞ്ഞൊന്ന് മുണ്ടാണ്ടിക്കുന്നു. നിന്ന് നേരം കളയല്ലടോ, ഒന്ന് ചില്ല്. അതിന് ജീവനൊക്കെ ഉണ്ടാവൂ ആചാര്യ. മയ്യത്തിന് എന്ത് ജീവനാടോ? ഇയ്യാത്തു, ഇനി ഇവിടെ നിക്കണ്ട. ഈ വിവരം ഓനറിയേ മാണ്ട. ഓനിപ്പോ സ്കൂളില്ല. ഇങ്ങോനോട് പറഞ്ഞൂടെ ഈ പൊരേന്റെ അവത്ത് കുത്തിരിക്കാൻ? ഞാൻ പറയാഞ്ഞിട്ടാ.
ഓനങ്ങ് കേട്ടിട്ട് വേണ്ടേ? ഓൻ പറയണത് നിങ്ങളും കേട്ടിട്ടില്ലാലോ. ഓന്റെ സ്കൂളിൽ ആ കാഫർച്ചീനെ കെട്ടണമെന്നല്ല അതിനോ ഓന്റെ ഭാഷി. ഓനോളെ കെട്ടിയാല് ഓല് ജീവിക്കൂലേ? ഓർക്ക് കുട്ടികളുണ്ടാവൂലേ? ബിയാത്തോ ജാതിയും മതവും നോക്കാണ്ടുള്ള ഇഞ്ചൊരു ഭർത്താനം. ഈ ആവത്ത് പോയി ഇള്ള എന്താന്ന് വെച്ചാ വിളമ്പി വെക്ക്. ഓ അല്ലാന്ന് ഒരുത്തനൂടി ഉണ്ടല്ലോ ഓന്റെ കൂടെ. അതാ ഗോവിന്ദൻ നായരെ മോൻ ഗോപിയാണല്ലോ. എന്റെ റബ്ബേ, എന്തൊരു നാറ്റാണ് പഠിച്ചോനെ. നായിനെ തൊട്ട പോലെ വെളുത്ത് കുളിക്കേണ്ടി വരും. കുത്തി മാറ്റിക്കല്ലേ അവറാനെ. ഒരു ആന കുത്തിയ ബടി നമ്മൾ ഒക്കിലേക്ക്. അസലായി. ബാപ്പ, എടാ ഇനി ഇന്നലെ ഇവിടുന്ന് പോയതാ. ഞാൻ പോട്ടെ. ഇവിടെ എനക്കൊരു ഉമ്മ ഉണ്ടെന്നുള്ള വിചാരെങ്കിലും ഉണ്ടോ? ആയത്ത് പോയിട്ട് എന്തെങ്കിലും വാങ്ങി കഴിക്ക്. ഞങ്ങളിപ്പോ വന്നത് ബാപ്പയോട് ഒരു കാര്യം പറയാനാണ്. ബാപ്പ വിചാരിച്ചാൽ 2 3 തോണി കൂടി ശരിപ്പെടുത്തി തരാൻ കഴിയും. ഞങ്ങളുടെ കയ്യിലുള്ള തോണി തികയുന്നില്ല. വെള്ളം കയറിക്കൊണ്ടിരിക്കുക ബാപ്പ. ആ എന്നാ ഞാൻ ആവൊക്കറായിക്കൊരു എഴുത്ത് തരാം. 2 3 തോണി മൂപ്പര് തരൂ. മതി ബാപ്പ. ഉസ്മാനെ, ഇനിയും താമസിച്ച. ഗോപി, നീ ഇങ്ങനെ അപ്സെറ്റ് ആയല്ലോ. ഉസ്മാൻ, സുനിത എനിക്ക് ആരാണെന്ന് നിനക്കറിയില്ലേ? അറിയാം. അതുപോലെ ഒരു ദുഃഖത്തിന്റെ വേദന പേറുന്ന എനിക്ക് നിന്റെ മനസ്സെന്താണെന്നും അറിയാം. മനസ്സിന് വല്ലാത്തൊരു ഭയം. ഏറെക്കുറെ എല്ലാ സ്ഥലത്തും നാം നോക്കിക്കഴിഞ്ഞു. അവളെ കാണാതെ വീട്ടിലേക്ക് എങ്ങനെ തിരിച്ചു പോകും? ആശ കൈവിടാൻ മാത്രമായോ ഗോപി? ഇനി എവിടെയാണ് അന്വേഷിക്കുക? ആ, നിനക്ക് ചായയോ കാപ്പിയോ? വേണ്ട. നീ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. എനിക്കിപ്പോ വിശപ്പോ ദാഹോ ഇല്ല. നമുക്കുടനെ പോകാം. ഇങ്ങനെ എവിടെയെങ്കിലും കയറി നിൽക്കുമ്പോ സുനിത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നൊരു തോന്നലാണ് എനിക്ക്. ആ, എവിടെ ബാപ്പ കത്ത്? ആ കത്ത് തരാ. അതിനൊരു കാര്യം ഇനി ഏൽക്കണം. എന്താ? പോനെ, അന്റെ ബാപ്പാക്ക് അന്നോട് പറയാൻ മടിയാ. അവിടെ ഞമ്മള് പറയാ ഇവിടുത്തെ ഹിന്ദുക്കളെ മാത്രം നോക്കി രക്ഷപ്പെടുത്തുകയാണ്. അത് കളവാണ്. ഈ സമയത്ത് ഇങ്ങനത്തെ അനാവശ്യം പറഞ്ഞ് പരത്തരുത്. അനാവശ്യം അല്ല പോനെ. ഈ അവറാൻ അതിന്റെ ഒരു രക്തസാക്ഷിയാ. ഇന്ന പള്ളിക്കെന്ന് ഇവിടം വരെ ഒന്ന് എത്തിക്കാൻ പറഞ്ഞിട്ട് ഓല് കേട്ടില്ല. ആ തോണി കിട്ടിയാല് ആദ്യം ഞമ്മളാളുകളെ രക്ഷിക്കണം. ഉസ്മാനെ, ഇത് അപകടകരമായ നീക്കമാണ്. അപകടം തന്നെയാണ്. പക്ഷെങ്കിൽ ഞമ്മളാൾക്കാർക്കാണെന്ന് മാത്രം. ബാപ്പ, ഇയാൾ സംസാരിക്കുന്നത് ബാപ്പയ്ക്ക് വേണ്ടിയിട്ടാണോ? ബാപ്പ, വെള്ളപ്പൊക്കത്തിന് ജാതിയും മതവും ഇല്ല. വെള്ളപ്പൊക്കത്തിൽ വിഷമിക്കുന്നത് ജീവനുള്ള എല്ലാവരുമാണ്. മനുഷ്യരും മൃഗങ്ങളും. അവരെ രക്ഷപ്പെടുത്തണം. അത് നേരെ തന്നെയാ. വെള്ളപ്പൊക്കത്തിന് ജാതിയും അതും ഇല്ല. എന്നാ ഈ തൊഴണോർക്കില്ലേ, ആ അച്ചൂട്ട് മുതലാളിനോടും അയാൾ ആൾക്കാരോടും ആദ്യം പോയി പറയുന്നതോ. അവർക്ക് മിണ്ടാതെ നിൽക്കണം. ബാപ്പ എന്ത് പറയുന്നു? ഇനി ഈ വ്യവസ്ഥ അനുസരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ കത്ത് തരാം. ആ അത് തന്നെ. ഇത് സാധ്യമല്ല. ഒരു യഥാർത്ഥ മുസ്ലിം ഇങ്ങനെ ചിന്തിക്കുവാനേ പാടില്ല. പിന്നെ എങ്ങനെയാണ് ഉസ്മാനെ ചിന്തിക്കേണ്ടത്? അപ്പോ ബാപ്പ കത്ത് തരില്ല അല്ലേ? ഗോപി, വാ, നമുക്ക് പോവാം. മോനെ, പോവാണോ? ചോറ് വിളമ്പി വെച്ചേക്കണേ. രണ്ടാളും കുറച്ച് ചോറ് ബേച്ചിട്ട് പോയിക്കോളി. നേരില്ലുമ്മ. അവിടെ ഗോപിന്റെ അമ്മാവന്റെ മകളെ കാണാനില്ല. ഇളമയുടെ വീട്ടിൽ പോയതായിരുന്നു. അവിടുന്ന് പോരുകയും ചെയ്തു. തിരിച്ചെത്തിയിട്ടുമില്ല. 2 ദിവസമായി ഉമ്മ. എന്റെ മമ്പർത്ത തങ്ങളെ. ഞങ്ങൾ അവളെ അന്വേഷിച്ച് നടക്കുക. ആ മോനെ, കുറച്ചു നേരത്തെ നമ്മുടെ പിന്നാമ്പുറത്ത് ഒരു ശവം വന്നടിഞ്ഞീനി. ഒരു പെൺകുട്ടീന്റെ. എവിടെ ഉമ്മ? ഇവരാ ഒഴുക്കിലേക്ക് കുത്തിമാക്കി. വളരെ നേരായോ ഉമ്മ? നിങ്ങൾ ഇങ്ങോട്ട് വരുന്നതിന്റെ കുറച്ചു മുമ്പ്. ബാബ, മനുഷ്യരുടെ ദുഃഖങ്ങളെ പോലും ജാതിയും മതവും നോക്കി വേർതിരിക്കുന്നല്ലോ നിങ്ങൾ. ഗോപി, വാടാ, നമുക്ക് പോവാം. ഉസ്മാനെ, ഇങ്ങനെ നടന്ന വല്ല സൂക്കേടും പിടിക്കും എനക്ക്. പോയിക്കോട്ടെ എന്ന് ഓണിപ്പോ നിങ്ങൾ പറഞ്ഞാലൊന്നും മനസ്സിലാവൂല. വായനശാലയെ കേറി കണ്ണു കണ്ട പുസ്തകങ്ങളൊക്കെ വായിച്ച് ഓൻ ചീത്തയായിരിക്കുക. ചീത്തയാണെങ്കിലേ അവനെ നന്നാക്കാൻ വരണ്ട. അല്ല, നമ്മളൊന്നും പറഞ്ഞിട്ടില്ലേ. പോകന്യാ. എടോ അവറാനെ, എന്തേനു? ഓം പറഞ്ഞേലും കാര്യമില്ലേ? ഉണ്ടെന്ന് വെച്ചോളി. പക്ഷെങ്കിൽ ഞമ്മളല്ലല്ലോ ഈ വകതിരിവ് തുടങ്ങിയത്. ഹിന്ദുക്കളല്ലേ. അതുകൊണ്ടല്ലേ നമ്മൾ പറഞ്ഞത്. എന്നാലേ ഓന് ഞമ്മളെക്കായും ബുദ്ധിയും വിവരവും ഉണ്ട്. മനുഷ്യന്മാര് നന്നാവണം, അത് വേണ്ടത് തന്നെയാ. എന്നാ ഇനി ഓനെ ഇങ്ങോട്ട് വിളിക്ക്. ഞമ്മക്ക് ഈ കത്ത് അങ്ങോട്ട് കൊടുക്കാലോ. അങ്ങനെ ഞമ്മക്ക് തോറ്റു കൊടുക്കാൻ പറ്റുമോന്ന്? അതിന്റെ ഇടക്ക് എനിക്ക് അയ്യാരോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്തേനടോ? അല്ല, ഏതായാലും ഈ കടലിന്റെ നടുക്ക് ഞമ്മളിങ്ങനെ കുത്തിരിക്കല്ലേ. ഞമ്മള് പലതവണ ആര്യാരോട് പറഞ്ഞതാ ആ ബീഡി തെറുക്കുന്ന കുഞ്ഞമ്മദിന്റെ മോളുടെ കാര്യം. അങ്ങനെ എത്രാമത്തതാവറാനേ ഇത്?
നാലാമത്തതാ. ഇങ്ങനെ ഇടക്കിടക്ക് കെട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു രസം തന്നെയായാരെ. അവറാനെ എന്തായിനു? അതാരാടോ തോണിയിൽ ഇങ്ങോട്ട് വരുന്നേ? ഒന്ന് ഞമ്മടെ ഉസ്മാനാ, മറ്റത് ഹിമാറാന്നാ തോന്നുന്നു. അല്ലടോ, എന്തേനു? തോണിയില് വേറെ ആരെങ്കിലും കിടക്കുന്നുണ്ടോ? ചിലപ്പോ ആ കാപർച്ചീന്റെ ശവേറ്റേനായിരിക്കോ ഞമ്മളിപ്പോ ഒഴുക്കിലേക്ക് ഉന്തിവിട്ടെ. പടച്ചോനെ. അയ്യാരെ, ഇതിന്റെ ഔത്ത് കയറ്റാൻ സംഭവിക്കരുത്. എന്നാലേ ജപാദരം അങ്ങോട്ട് അടച്ചാളാ. ഉച്ചിട്ടേക്ക്. എന്തിനാ? മരിക്കാൻ പോണ ഒരു മനുഷ്യനാ. ഇങ്ങളൊന്ന് വാതിൽ തുറന്നു കൊടുക്കീന്ന്. എന്റെ ബീവി അതാ ചത്തതാ, ആ കാപർച്ചീന്റെ ശവോ. ഈ പൊരേന്റെ അകത്തുനിന്ന് മയ്യത്ത് പുറത്തേക്ക് കൊണ്ടുപോകും. ഇതിന്റെ അകത്തേക്ക് കയറ്റാൻ ഞാൻ സമ്മതിക്കൂല. ഇത് മയ്യത്തല്ല പാപ്പ. അത് തന്നെയാ ഞാനും പറയുന്നത്. നിങ്ങൾ എന്ത് മനുഷ്യന്മാരാണെന്ന്. വിയാത്തു ഞാൻ പോ. വേഗം തുറക്ക് പാപ്പ. ഇത് ആരാന്നറിയോ പാപ്പയ്ക്ക്? ആരാന്ന് ഞമ്മക്ക് അറിയണ്ട. ഉസ്മാൻ, ഉസ്മാൻ. അവറാനെ, എന്തേനോ? ഒരു പോവാന്നോ? നീ മെല്ലെ വാതിലൊന്ന് തുറന്നു നോക്കിയാട്ടെ. നിങ്ങൾ എന്താണ് അയ്യാരെ ഈ പറയണത്? എന്താ ഒറ്റൊന്നും കേൾക്കുന്നില്ലാലോ. ഞമ്മള് നോക്കട്ടെ എന്നാല്. ബാപ്പാ, നിങ്ങൾ രണ്ടുപേരും കൂടി ഒരാളെ കൊന്നു. ആരാണെന്നറിയണോ ബാപ്പയ്ക്ക്? നിങ്ങളുടെയൊക്കെ കൂടെ ചുമലും ചാരി നിന്ന് നിസ്കരിക്കാറുള്ള മനുഷ്യനാ വീടി തീർപ്പുകാരൻ കുഞ്ഞമുതുക്ക. എന്നാ ഇതാദ്യം പറയണ്ടേ? കേൾക്കാൻ ക്ഷമയുണ്ടായില്ലല്ലോ. വെള്ളം കയറിയപ്പോ വീട്ടിലെത്തിയ കുഞ്ഞമുതുക്ക മകളെ കണ്ടില്ല. അന്വേഷിച്ച് വെള്ളത്തിലൂടെ പരക്കം പായായിരുന്നു. അറിയാതെ തോട്ടിലേക്ക് കാല് തെറ്റിപ്പോയി. പടച്ചോനെ, കിടന്ന് പിടയുമ്പോഴാണ് ഞങ്ങൾ എടുത്തുകൊണ്ടുവരുന്നത്. വല്ല പ്രഥമ ശുശ്രൂഷയും ചെയ്ത് രക്ഷപ്പെടുത്താൻ കഴിയുമെന്ന് നോക്കാൻ. ഒന്ന് തുറന്നു കൊടുത്തൂടായിനി അങ്ങക്ക്. എന്നിട്ട് ഉസ്മാനെ അയാള് മരിച്ചോ മോനെ? നമ്മളൊന്ന് ചെന്ന് നോക്കട്ടെ. എങ്ങോട്ടാ അവരെനിക്കാ പോകുന്നത്? ഒന്ന് നോക്കാൻ ആവശ്യമില്ല ഉമ്മ, ഞാൻ പോയി വരാം. ഈ മയ്യത്ത് കൊണ്ടുപോയി മറവ് ചെയ്യണ്ടേ? അയാളെ മോളെ ഒന്ന് കാണിച്ചു കൊടുത്തോളി. എന്നിട്ട് ആ ജാനകി അമ്മേന്റെ മോളെ കണ്ടുപിടിക്കേ. പൊയ്ക്കോളി മക്കളെ. ഉമ്മായെ കണ്ട് എന്റെ ബാപ്പയെ ഊതി ഉറപ്പിക്കുന്ന ഈ അവറാക്കായും കുറെ പഠിക്കാനുണ്ട്. എന്താണേക്കൂ? ദുഃഖം ആരുടേതാണെങ്കിലും എന്റെ ഉമ്മ അത് സ്വന്തമാക്കുന്നു. ഈ വെള്ളപ്പൊക്കത്തിനെന്ന പോലെ. ബാപ്പ, ദുഃഖത്തിന് ജാതിയും മതവുമില്ല. അതിവർക്കൊന്ന് പഠിപ്പിച്ചു കൊടുക്കുമ്മാ. ഉസ്മാനെ, എന്തേ? ഈ മയ്യത്ത് ഇതിന്റെ അകത്തേക്ക് എടുത്തു വെക്കുമോനെ. എന്തിനാ ബാപ്പ? കവറടക്കാനുള്ള ഏർപ്പാടൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം. അതാ ആര്യ നല്ല. ഗോപിന്റെ കൈ കിടന്ന കുഞ്ഞമുതുക്ക മരിച്ചത് അത് നിങ്ങൾക്ക് ഇഷ്ടാവുന്ന മരണമല്ല. അയാളൊരു ഇസ്ലാമാണ് മോനെ. ഇസ്ലാം ആയതുകൊണ്ടല്ല അയാൾ മരിച്ചത്, മനുഷ്യനായതുകൊണ്ടാ. മോനെ, ബാപ്പക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയി. ഞാൻ മയ്യത്ത് ഇതിന്റെ അകത്തേക്ക് എടുത്തു മോനെ. ജീവിക്കുന്നവരെ രക്ഷിക്കാൻ കഴിയാത്തവർക്ക് മരിച്ചവരെ ശുശ്രൂഷിക്കാൻ അർഹതയില്ല. കുഞ്ഞാമതുക്കാക്ക് വേണ്ട സ്ഥലം ഞങ്ങളുടെ കയ്യിലുണ്ട്. അയാളെ മോൾ അവന്റെ വിവരമുണ്ട് ഉസ്മാനെ? ഉണ്ട്. അവളെ രക്ഷിച്ചതും ഗോപിയാണ്. അവൾ എവിടെയുണ്ടെന്ന് അറിയണോ നിങ്ങൾക്ക്? ഗോപിയുടെ വീട്ടിൽ. അല്ലാ, ആ കാഫറിങ്ങളെ വരേലോ വേറെ ഒരു സ്ഥലവും കണ്ടില്ലേ നിങ്ങൾക്ക്? ഞാൻ പോകുന്നു പാപ്പ. ഉസ്മാനെ, ഇനി പോയിട്ടോളാ. അപ്പോഴേ നിങ്ങൾ കൂട്ടിക്കൊണ്ടുവരി. അത് തന്നെ. ഈ വെള്ളപ്പൊക്കത്തിലും ജാതിയും മതവും നോക്കി ആളെ തെരഞ്ഞു നടക്കുന്നത് നിങ്ങൾക്കുള്ള പണിയാ. എന്നെ അതിന് കിട്ടില്ല. സുനിതേച്ചി. എന്താ സേതു? എന്താ ചിരിക്കുന്നേ? ഞാനേ സുനിതേച്ചി എന്നാ വിളിച്ചത്. ഓഹോ, ആന്തിനാ അങ്ങനെ വിളിക്കണേ? ഒരു മനസമാധാനത്തിനാ. എന്നാ വിളിച്ചോളി. എന്നാ നിങ്ങൾക്ക് അമ്മയെ രക്ഷിക്കാൻ കഴിയും. എങ്ങനെ? നിങ്ങൾ എന്റെ സുനിതേച്ചിയായി അമ്മയുടെ സുനിതമോളും ആയിക്കൂടെ? അമ്മന്റെ കൽബിന് അതുകൊണ്ട് സമാധാനം കിട്ടുവോ? കിട്ടും. പോയി സുനിതമോളായി അമ്മയെ ആശ്വസിപ്പിക്ക്. ചെല്ലെ. അമ്മ ഇതാ. അമ്മേ. അമ്മേ. അമ്മയുടെ സുനിതമോളാ അമ്മയെ വിളിക്കുന്നത്. സുനിതേച്ചിക്ക് പകരം ഭഗവാൻ തന്നതാണ് അമ്മേ. വിളിക്കമ്മേ സുനിതമോളേന്ന്. അമ്മേ, അയ്യോ അമ്മേ, അമ്മയ്ക്ക് എന്താ പറ്റിയത്? സുനിതേച്ചി ഒന്ന് പിടിച്ചേ. അയ്യോ, ബോധം പോയല്ലോ. അമ്മേ, അമ്മേ. എന്താ മോനെ, എന്താ? അച്ഛാ, അമ്മ. ജാനകി മോനെ, അകത്തേക്ക് എടുത്ത് കിടത്ത്. പതുക്കെ. സുനിതേച്ചി പിടിച്ചോ.
ആ ഗോപി, നീ ഇപ്പൊ വന്നത് നന്നായി. എന്താച്ചാ? ഇപ്പൊ ഇവിടെ തളർന്നു വീഴാൻ പോയതാ. അച്ഛാ, സുനിതയെ ഇനി നാം പ്രതീക്ഷിക്കുന്നതിൽ ഒരർത്ഥമില്ല. ഗോപി, നിങ്ങളുടെ വലിയച്ഛനാണെങ്കിൽ ഈ പെണ്ണിനിവിടെ താമസിപ്പിക്കാനും സമ്മതിക്കുന്നില്ല. ഈ അവസ്ഥയിൽ അവളെ ഇവിടുന്ന് ഇറക്കി വിടാൻ പറ്റും അച്ഛാ? ഓല മറച്ചുണ്ടാക്കിയതായിരുന്നു അവളുടെ കൊച്ചു വീട്. ഞങ്ങൾ പോയി നോക്കിയപ്പോ അതൊക്കെ തകർന്നു കിടക്കുക. നിങ്ങളുടെ വല്യച്ഛനെ പറഞ്ഞു നിർത്താൻ ഇനി എന്താണ് ഒരു വഴി? അവളുടെ ജാതിക്കാരുണ്ടല്ലോ ഇവിടെ, അവരിൽ ആരെങ്കിലും വരാതിരിക്കില്ല. വന്നാ നമുക്കങ്ങ് പറഞ്ഞു വിട്ടേക്കാം. അച്ഛാ, എന്താടാ അമ്മയ്ക്ക് എന്ത് പറ്റി? അച്ഛാ, ഞാൻ അമ്മയോടൊരു തമാശ പറഞ്ഞു. തമാശയോ? ആ, ഇത് വെള്ളപ്പൊക്കത്തിന്റെ കണക്കാ. സുനിതേച്ചിയെയും സുബൈദയുടെ ബാപ്പയും അത് കൊണ്ടുപോയി. എന്നിട്ട് ഭഗവാനാണ് അച്ഛാ സുബൈദേച്ചിയെ ഈ വീടിന്റെ മുന്നിൽ കൊണ്ടുവന്നിട്ടത്. എടാ സേതു, നീ ഇങ്ങനെയൊക്കെ അമ്മയോട് പറഞ്ഞോ? ആ, പറഞ്ഞു. നാടാകെ കടലുപോലെ കിടക്കുമ്പോ സുബൈദേച്ചി ഈ വീടിന്റെ മുന്നിൽ തന്നെ എന്താ വരാൻ കാരണം? അത് ആ സമയത്ത് ഗോപിയേട്ടനും ഇവിടെ ഉണ്ടായി, ചാടി രക്ഷിക്കുകയും ചെയ്തു. അതും ഈശ്വരേച്ഛ അല്ലേ അച്ഛാ? സേതു, എനിക്ക് നിന്റെ ഭ്രാന്ത് കേൾക്കണ്ട. ഏട്ടാ, എന്താ? ഈ വീട്ടിലിപ്പം വെപ്പും തീനും ഒന്നുമില്ല. ആർക്കും ഒന്നും വേണ്ടതാനും. അമ്മയുടെ സങ്കടം മരുന്ന് കൊടുത്താൽ മാറുന്നതല്ല. അതിന് നമ്മൾ എന്ത് ചെയ്യാനാ സേതു? ആ, അതിനാ ഞാൻ ഈ മരുന്ന് കണ്ടുപിടിച്ചത്. മരുന്നോ? ഏട്ടൻ അകത്തുപോയി നോക്ക്. അമ്മയ്ക്കിപ്പോ ഒരു കുഴപ്പമില്ല. സുബൈദേച്ചി കാപ്പി കൊടുത്തപ്പം അമ്മ വാങ്ങി കുടിച്ചു. ഇപ്പോ അവരെ തന്നെ നോക്കിയിരിപ്പാ. ഗോപി, ആരാ ഇതെന്ന് നോക്ക്. ഇത് സുനിതയാണടാ, നമ്മുടെ സുനിത. എന്താടാ അമ്പരന്ന് നിൽക്കുന്നേ? ഒന്നുമില്ലമ്മേ. മോളെ, 4-5 ദിവസമായി നീ എന്നെ തീ തീറ്റിക്കായിരുന്നു. ഇന്നും എനിക്കൊരു ആശ്വാസമായത്. ഗോപിയേട്ടാ, ഞാൻ അങ്ങനെ തന്നെയല്ലേ നിങ്ങളെ വിളിക്കേണ്ടേ? എന്റെ ബാപ്പ മരിക്കുമ്പോ നിങ്ങൾ അടുത്തുണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു സുബൈദ. എന്നെ പറ്റി വല്ലതും പറഞ്ഞോ? പറഞ്ഞു, നിന്നെ പറ്റി പറഞ്ഞു. എന്റെ മോൾക്ക് ഇനി ആരാ ഉള്ളതെന്ന് ചോദിച്ചോണ്ടാ ബാപ്പ മരിച്ചത്. ഉസ്മാനിക്ക കൂട്ടിക്കൊണ്ടുപോയി ബാപ്പാന്റെ മയ്യത്ത് കാണിച്ചു തന്നപ്പോ എനിക്കും തോന്നിയതാ, എന്താ? എനിക്കിനി ആരാണ്? ഞാനിനി എന്താ ചെയ്യ? എങ്ങോട്ടാ പോവുക? കരയാതെ. ആ ഉസ്മാനെ, വാ വാ, നോക്ക്, ഇവള് നിന്ന് കരയാണ്. സുബൈദ, നിന്നോട് കരയരുത് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഇത്തരം ഗതികേടിൽ നിന്നെപ്പോലൊരു പെൺകുട്ടി കരയാതിരുന്നാലും അത്ഭുതം. ഈ വെള്ളപ്പൊക്കത്തിൽ നീ ഈ വീടിന്റെ മുന്നിലെത്തിയതും രക്ഷപ്പെട്ടതും ഓർത്തു നോക്ക്. നിനക്ക് പടച്ച റബ്ബിൽ വിശ്വാസില്ലേ? നിന്നെ രക്ഷപ്പെടുത്തിയ ആ പടച്ചവൻ നിന്റെ ജീവിതത്തിന് വഴി കാണിച്ചു തരും. സമാധാനിക്ക്. അമ്മ വിളിക്കുന്നു, നീ അകത്തേക്ക് ചെല്ലേ. സുനിതയോ? എന്താ ഗോപി ഈ വിളിയുടെ അർത്ഥം? ഉസ്മാനെ, എന്റെ അമ്മയ്ക്ക് സുനിതയെ തിരിച്ചു കിട്ടിയിരിക്കുന്നു. അമ്മയുടെ മനസ്സിന്റെ താളം തെറ്റിയിരിക്കുന്നു എന്ന് ഉസ്മാൻ അറിയാലോ. സുബൈദയെ സുനിതയായ ആ മനസ്സ് സ്വീകരിച്ചിരിക്കുന്നു. എന്താ ഉസ്മാനെ, ഇനി വെള്ളം മുഴുവൻ താണാലും ഈ വെള്ളപ്പൊക്കത്തിൽ നിന്ന് എന്റെ അമ്മ രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല. ഗോപി, സുബൈദയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് ചെല്ലാൻ വാപ്പ പറഞ്ഞു. ഞാനത് കൂട്ടാക്കിയില്ല. സുനിത പോയതോടെ എന്റെ മനസ്സ് ശൂന്യമാണ്. പക്ഷെ ഈ വീടിന് ആ ശൂന്യത സുബൈദ കാരണം അനുഭവപ്പെടുന്നില്ല. ഏട്ടാ, സുബൈദയെ സ്നേഹം കൊണ്ട് ശ്വാസം മുട്ടിക്കുക അമ്മ. നീയാ സേതു ഇതിനെല്ലാം കാരണക്കാരൻ. അതെ. എന്താ സംഭവിക്കാൻ പോകുന്നത് നിനക്കറിയില്ല. അമ്മയെ നീ ഭ്രാന്താശുപത്രിയിൽ എത്തിച്ചേ അടങ്ങും. ഉസ്മാൻ മാഷേ, സുനിതേച്ചിയെ കാണാതെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിക്കാൻ പോവായിരുന്നു. അപ്പോഴാ ഞാൻ... ഓ, അവനൊരു മഹത്തായ കാര്യം ചെയ്ത ഭാവത്തിലാപ്പോ. അച്ഛൻ ഇതെല്ലാം കണ്ട് തളർന്നു കിടക്കാവൂ. ഞാൻ അമ്മയോടൊന്ന് സംസാരിക്കട്ടെ? ഫലം ഉണ്ടാവും തോന്നുന്നില്ല ഉസ്മാനെ. ജാനകിയമ്മേ, അല്ല, സുബൈദയെ നമുക്കിങ്ങനെ ഇവിടെ താമസിപ്പിക്കാൻ പാടുണ്ടോ? സുബൈദയോ? ഇവിടെ അങ്ങനെ ആരാ ഉള്ളത്? എന്താ ഗോപി ഉസ്മാൻ പറയണത്? അല്ല, നമ്മളന്ന് രക്ഷിച്ച ആ കുട്ടി. ആ കുട്ടി? അത് മരിച്ചുപോയ കുഞ്ഞാമക്കാന്റെ മോളാണ്. അവൾ ഇവിടുന്ന് പോയല്ലോ മോനെ. ആ, സുനിത വന്നപ്പോ അവള് പോയി. ഇനി ഓണം കഴിഞ്ഞിട്ട് ഇവരുടെ കല്യാണ. അയ്യോ, എന്റെ മോൾ അവിടെ ചോറുണ്ടോണ്ടിരിക്കുക. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. എന്റെ അമ്മ ഇപ്പൊ എവിടെ എത്തിയിരിക്കുന്നു എന്ന് മനസ്സിലായ ഉസ്മാന്. സുനിത മരിച്ചു എന്ന് വിശ്വസിക്കാൻ അമ്മയുടെ മനസ്സിന് കഴിയില്ല. കാരണം അന്ന് തന്നെ മടങ്ങി വരണമെന്ന അമ്മയുടെ വാക്ക് പാലിക്കാനാ ഇളയമേന്റെ വീട്ടിൽ നിന്നും അവൾ പുറപ്പെട്ടത്. ആ കുറ്റബോധം
അമ്മയുടെ മനസ്സേറ്റെടുക്കില്ല. സുനിതയുടെ മരണം അമ്മയുടെ മനസ്സിന്റെ മരണമായിരിക്കും. ഗോപി, നമ്മൾ ഇനി എന്ത് ചെയ്യും? അമ്മയെപ്പറ്റി ഓർക്കുമ്പോ സുനിതയെക്കുറിച്ചുള്ള സത്യം അമ്മയോട് പറയാൻ എനിക്ക് കഴിയുന്നില്ല ഉസ്മാൻ. സുബൈദ ഇവിടെ തന്നെ നിൽക്കട്ടെ എന്ന് വെച്ചാലോ? അങ്ങനെ പറയാൻ നിനക്ക് കഴിയും, അങ്ങനെ ആകട്ടെ എന്ന് പറയാൻ എനിക്കും കഴിയും. പക്ഷേ നമ്മുടെ സമുദായത്തെ അതെങ്ങനെ ബോധ്യപ്പെടുത്തും? ഏട്ടാ, വെള്ളം ഇറങ്ങി തുടങ്ങുന്ന ഒരു ലക്ഷണവും ഇല്ലല്ലോ. ഗോപി, സംസാരിച്ചു നിൽക്കാൻ നേരില്ല. 100ഓളം കുടുംബങ്ങളെ സ്കൂളിൽ എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട്. രാത്രി ഭക്ഷണം കൊടുക്കാൻ അരിയും സാമാനങ്ങളും അവിടെ എത്തിക്കണം. വാ, നമുക്ക് പോവാം. അതാ ആരൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഉസ്മാൻ, നീ അവിടേക്ക് മാറി നിൽക്ക്. പേടിയോ കുറ്റബോധമോ നിനക്കില്ലെന്ന് എനിക്കറിയാം. എന്നാലും രംഗം പെട്ടെന്ന് വഷളാക്കണ്ട. ചെല്ല്. ഏട്ടാ, സുബൈദേച്ചിയെ കൊണ്ടുപോകാനാണോ അവര് വരുന്നത്? ആയിരിക്കും സേതു. നീ പോയി അച്ഛനെ വിളിക്കു സേതു. എന്താ ഗോപിയെ, ഗോയിന്നായില്ലേ അകത്ത്? ഉണ്ട്. ഹാജിയാർ കയറിയിരിക്കും. ഇവിടുത്തെ ചെറിയോളെ വിവരമൊന്നും കിട്ടിയിട്ടില്ലല്ലോ. ഇല്ല. ഓരോരുത്തരെ വിധിന്നല്ലാണ്ട് എന്ത് പറയാനാന്ന്. ആ കുഞ്ഞമ്മതിന്റെ മരണം എന്റെ മനസ്സ് നൊയിഞ്ഞു പോന്നില്ല. എന്തേ? ആരാത്? ഗോയിന്നായരെ കാണാനാ നമ്മള് വന്നേക്കണ്. അല്ല, ആചാര്യ പറഞ്ഞോളൂ. ആ കുഞ്ഞമ്മേന്റെ മോളിലോടാ എന്താണ്ട് നിക്കടുവാറ്. അവൾ അകത്തുണ്ട്. ഓളെ കൊണ്ടുപോവാനാ ഞമ്മള് വന്നേക്കണ്. എന്താ ഗോയിന്നായിരുന്നു മുണ്ടാത്തേ? അല്ല, അവൾ ഞങ്ങൾക്ക് അവകാശപ്പെട്ടതല്ല. അത് തന്നെയാ പറഞ്ഞ്. ഇനി ആ പെൺകുട്ടീനെ ഈ പൊരേം ചെവുത്ത് താമസിപ്പിച്ചാല് അത് രണ്ടു കൂട്ടർക്കൊരു വിഷമാ. അതുകൊണ്ട് ഓളെ ഇങ്ങോട്ട് ഒരുക്കി പറഞ്ഞേച്ചാളി. ആചാര്യ, കുറച്ചു ദിവസം കൂടെ കഴിഞ്ഞിട്ടായാ പോരെ. ഇവിടുത്തൊന്നു പോയ സ്ഥാനത്താണ് അവള് വന്ന് കേറിയത്. അത് എന്റെ കുട്ടികളുടെ അമ്മയ്ക്കൊരു ആശ്വാസമായിരിക്കും. പറ്റൂല. ഹാജിയാർ എന്താ പറഞ്ഞത്? പരമേശ്വരനാരപ്പ ഇവിടെ വന്നീനു. വന്നിട്ട് കുറെ ദിവസങ്ങളായി. അല്ല, ഞാൻ പറയേനു, ഇത്രയും ദിവസം ഓളെ ഇവിടെ താമസിപ്പിച്ച് നിങ്ങൾക്കൊരു മാനക്കേടാണ് എന്ന്. എന്നാ ഇനി താമസിപ്പിക്കണ്ട ഗോവിന്ദ. ഏട്ടാ, ആ പെണ്ണിനെ അങ്ങനെ പറഞ്ഞു വിട്ടാ? പറഞ്ഞു വിട്ട വല്യച്ഛ, അമ്മ ഈ കുട്ടിയെ സുനിതയെ പോലെയാ കാണുന്നത്. ആഹാ. ഏട്ടാ, ഈ കുട്ടിയെ ഇവിടുന്ന് പറഞ്ഞയക്കാന്ന് വെച്ചാ ജാനകിയുടെ കാര്യം. ആചാരേ, എന്താടാ വന്ന ജയിലിക്ക് കൈയും വീശി പോകേണ്ടി വരും ഇക്കണക്കിന്. നാട്ടുകാരുടെ മുന്നിൽ വെച്ച് ഇങ്ങളേറ്റതാ ഈ പെൺകുട്ടീന്റെ കാര്യോ? അയക്കൂലെന്നല്ലോ അച്ഛൻ പറഞ്ഞത്. കുറച്ചു ദിവസം കൂടി കഴിഞ്ഞോട്ടെ എന്നല്ലേ? പറ്റൂല. പരമേശ്വരനാരെ, ഇതെന്റെ അഭിമാനത്തിന്റെ വർധന എന്ന് വെച്ചാ നമ്മുടെ സമുദായത്തിന്റെ അഭിമാനം. സമുദായം അത് നിങ്ങളുടെ മാത്രം കുത്തകയൊന്നുമല്ല. ഓളയും കൊണ്ടല്ലാതെ ഇവിടുന്ന് പോവില്ല എന്നങ്ങോട്ട് പറയും. ഞങ്ങൾ അവൾ അയച്ചില്ലെങ്കിലോ? പരമേശ്വരനാർക്ക് ഞാളെ സമുദായത്തിനോട് വിരോധാന്നും അതിനുള്ള കാരണം എന്താന്നും ഞമ്മക്കറിയാം. ആ കണക്കിന് കൂട്ടിയാലും ഞമ്മളെ കൂട്ടത്തിൽ ഒരു പെൺകുട്ടീനെ ഇപ്പൊ എന്റെ അകത്ത് താമസിപ്പിക്കുന്നത് ശരിയാണോന്ന്. അങ്ങനെ മർമ്മത്തിന് കൊത്താചാരെ കൊത്തി. ഗോവിന്ദ, ഈ മാപ്പിളാര് പറയണത് നീയും കേൾക്കുന്നുണ്ടല്ലോ. ആ പെണ്ണിനെ ഇനിയും ഇവിടെ വെച്ച് പൊറുപ്പിച്ചാൽ ഇവരുടെ സമുദായം പരസ്യമായി നമ്മളെ പരിഹസിച്ചു കൂവും. ഗോവിന്ദ, ഇത് നിന്റെ വീടാ. നിന്റെ ഇഷ്ടം പോലെ എന്താ ചായിക്കോ, ഞാനൊന്നും പറയുന്നില്ല. ഏട്ടാ, സേതു, എന്താച്ചാ? നീ സുബൈദയെ കൂട്ടിക്കൊണ്ടുവാ. പറഞ്ഞു വിടാനാണോ അച്ഛാ? നിന്നോട് കൂട്ടിക്കൊണ്ട് വരാനാ പറഞ്ഞത്. നിന്റെ പുരയില് ഓളൊരു എത്തിയുമായിരിക്കൂല. ആചാര്യ, ഇതാ സുബൈദ. സുബൈദോ? ഇതോ? യാ ഹലവലാ കൂബത്തില്ലാ ബില്ലാ. എന്താ നമ്മളീ കാണുന്നത് റബ്ബേ? കാഫിർച്ചീങ്ങളെ വേഷോട്ടിട്ട് 4-5 ദിവസം കൊണ്ട് നിങ്ങൾ എല്ലാവരും കൂടെ ഓൾ ഇവിടം കൊണ്ട് എത്തിച്ചില്ലേ? വെള്ളത്തിന്ന് രക്ഷപ്പെടുത്തുമ്പോ അവൾ ഉടുത്ത വേഷേ അവൾക്കുണ്ടായിരുന്നുള്ളൂ. ഒന്ന് മാറ്റി ഉടുക്കാൻ ഇവിടെ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഉള്ളത് ധരിപ്പിച്ചു. തരിപ്പിച്ച് ഇനിയൊരു മിനിറ്റ് ഓൾ ഇവിടെ വെച്ച് ഓർപ്പിച്ചുകൂടാ. എന്തിനാ എന്റെ മോളെ വിളിച്ചത്? ജാനകി, നീ അകത്ത് പോ. വാ മോളെ, നമുക്ക് അകത്തേക്ക് പോവാം. അവൾ അവിടെ നിൽക്കട്ടെ, നീ പോയാ മതി. എന്റെ മോളെ വിട്ട് ഞാൻ എങ്ങും പോവില്ല. എന്റെ മോളോ? എന്താണ് റബ്ബേ ഞമ്മള് കേൾക്കണത്? ഇത് എന്റെ മോളാ, എന്റെ സുനിത മോള്. എന്റെ മമ്പർത്ത തങ്ങളെ പേരും മാറ്റിയോ? എന്താണ് ഗോവിന്ദായല്ലോ? അച്ഛാ, ഇനി കൂടുതൽ സംസാരിക്കാതിരിക്കുന്ന നല്ലത്. സുബേദയെ അവര് കൊണ്ടുപോയിക്കോട്ടെ. മോളെ സുബൈദേ, നിങ്ങൾ എല്ലാരും കൂടി എന്റെ മോളെ എന്താ വിളിക്കുന്നത്? ജാനകി, നീ ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ടോ? ഈ നിൽക്കുന്നത് നിന്റെ സുനിത മോളല്ല. നിന്റെ ഭ്രാന്തൊന്ന് മതിയാക്ക്. ഈശ്വര, അച്ഛാ, ഓർമ്മയോടെ സംസാരിക്കണം. ഓർമ്മയുണ്ടടാ എനിക്ക്. എടാ, അമ്മയെ പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോകാൻ. മോളെ, നീ എന്റെ മോളല്ലേ? മോളെ, കുറച്ചു ദിവസം കൊണ്ടാണെങ്കിലും നീ ഈ കുടുംബത്തിലെ അംഗം പോലെ ആയിട്ടുണ്ട്. കാരണം നീ പടി കയറി വന്നതല്ല, ഇവിടെ വന്ന് ചിറകറ്റ് വീണതാണ്.
നീ പോകുന്നതിൽ ഞങ്ങൾക്കൊക്കെ സങ്കടമുണ്ട്. എന്നാലും പോകാതെ വയ്യ മോളെ. ജാനകി വിഷമിച്ചത് കൊണ്ട് കാര്യമില്ല. അവളൊന്ന് ഒരുക്കി അയക്കി. ബാപ്പാ, സുബൈദയെ നിങ്ങൾ കൊണ്ടുപോയിരുന്നു. ഇനി ഈ ജീവിതത്തുണ്ടായില്ല. ഉണ്ടായിരുന്നു. അവൾ ഇവിടെ ജീവിക്കും, ജീവിക്കണം. എടാ, നിനക്ക് പെരാന്താ. ഓൾ ഇവിടെ നിന്നാ നാളത്തെ സ്ഥിതി എന്താവും? ഉസ്മാനെ, ഇവിടെ സംഭവിക്കാൻ പോകുന്നത് നിന്റെ ബാപ്പ പറയുന്നതാ. ഇല്ല, അത് സംഭവിക്കാൻ പാടില്ല. ഇപ്പൊ തന്നെ ഓളെ വേഷം ഈ കണ്ടില്ലേ? ആചാരെ, ഓക്കൊരു മാപ്പിളയെ കിട്ടുമെന്ന്. കിട്ടുവോ? ഈ പൊരേന്റെ പടിയും കയറി ഒരു കല്യാണാലോചന ഓക്ക് വരുവോ? അവൾ വെള്ളത്തിൽ കിടന്ന് പടഞ്ഞപ്പോ ഈ പടി കടത്തിയ ജീവൻ നൽകിയത്. ജാതിയും മതവും നോക്കിയിട്ടല്ല. ഈ പടി പരിശുദ്ധമാണ്. അതങ്ങനെ തന്നെ കാണാൻ കണ്ണുള്ള ചെറുപ്പക്കാർ ഈ നാട്ടിലുണ്ട്. ഓരിക്കൊക്കെ പെരാന്തായിരിക്കും. എനിക്ക് ഭ്രാന്തില്ല. എന്താ പറഞ്ഞേ? പറയാനുള്ളത് പറയേണ്ടത്. ഉസ്മാനെ, നിന്റെ ആവേശത്തിൽ ഞങ്ങൾക്ക് സംസാരിച്ചു. നിനക്ക് വേണ്ടി വാദിക്കാൻ ഞങ്ങളുടെ കയ്യിൽ ന്യായങ്ങളുമില്ല. ഉസ്മാനെ, എന്റെ അമ്മയുടെ മനസ്സിൽ സുബൈദ സുനിതയാണ്. അവളെ ഇവിടെ നിർത്തുന്നത് കൊണ്ട് കിട്ടുന്നത് താൽക്കാലികമായ ആശ്വാസം മാത്രമാണ്. നാളെ ഞങ്ങളുടെ വിവാഹം നടത്തണമെന്ന് അമ്മ പറഞ്ഞാൽ ഞാൻ എന്തു ചെയ്യും? സുബൈദയെ തടുത്തു നിർത്താതിരിക്കൂ ഉസ്മാൻ. ഏട്ടൻ പോവുകയാണോ? അതേടാ. എടാ, എന്ത് വെള്ളപ്പൊക്കമായാലും ഹിന്ദു ഹിന്ദുവും മുസ്ലിം മുസ്ലിമും ആയിരിക്കും. അതൊരിക്കലും കൂടിച്ചേരില്ല. അത് തന്നെയാ ഞമ്മക്കും പറയാനില്ലേ. ഏട്ടാ, ഞങ്ങൾ ഈ കുട്ടി ഇവിടുന്ന് പറഞ്ഞയക്കാൻ പോവുകയാണ്. പറഞ്ഞാ പോരാ, ആ പോക്ക് എനിക്കൊന്ന് കാണണം. ഞാൻ ഇന്റെ പൊരേല് ഓളെ ഇന്റെ മോളെ പോലെ പോറ്റു. സമയാവുമ്പോ കെട്ടിച്ചു കൊടുക്കും. കെട്ടിക്കൊണ്ടുപോകാനുള്ള ആള് ഇവിടെ ലടിമലടി. എന്റെ മോളെ വിട്ട് ഞാൻ ജീവിക്കില്ല. ജാനകി, അമ്മേ, അമ്മ അകത്തേക്ക് പോ. അമ്മയെ പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോടാ. ഏട്ടാ, എന്റെ മോളെ കൊണ്ടുപോരുതെന്ന് പറയേട്ടാ. ഗോവിന്ദ, അയ്യോ, എന്താ മടിച്ചു നിൽക്കുന്നത്? അവളെ കൂടാതെ എനിക്ക് ജീവിക്കാൻ വയ്യ. നിന്റെ അമ്മയെ പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോ. അയ്യോ, എന്റെ മോളെ. അയ്യോ. ആചാര്യ, ഇതാ സുബൈദ, കൊണ്ടുപോയിക്കോളൂ. മോളെ സുബൈദേ, ഞാൻ തോണി പോയി കയറി. മോളെ, മോളെ, എന്റെ പൊന്നു മോളെ. സുബൈദേച്ചി. ആരാ? സുബൈദേച്ചി ഈ വീട്ടിലല്ലേ? ഓളകത്തുണ്ടല്ല. ആ, ഞാൻ ജാനകി അമ്മയുടെ മോനാ. ഒന്ന് അവരെ എന്റെ കൂടെ പറഞ്ഞേച്ചു തരുമോ? ആ, എന്തിനാ മോനെ? അവര് വെള്ളത്തിൽപ്പെട്ടപ്പോ ഞങ്ങളുടെ വീട്ടിലാണല്ലോ എത്തിപ്പെട്ടത്. ആ, വിവരങ്ങളൊക്കെ ഓള് പറഞ്ഞേനു. അമ്മക്കിപ്പോ ഊണും ഉറക്കവും ഒന്നും ഇല്ലമ്മ. നേരാ ഈ പറയണേ? ആ അമ്മ. സുബൈദ. ആ ചേച്ചി. ആ, എന്താ ചെയ്തു? ചേച്ചി ഒന്ന് എന്റെ കൂടെ വരുമോ? എന്തിനാ? ചേച്ചിയെ കാണണമെന്ന് പറഞ്ഞ് അമ്മ അവിടെ കരഞ്ഞോണ്ടിരിക്കുക. പോണം മോളെ. എന്നാലും ഉസ്മാന്റെ ബാപ്പാനോടൊന്ന് പറയണ്ടേ? എവിടെ പോയതോ അമ്മ? ഇന്നെന്തോ ഓല പള്ളി കമ്മിറ്റിന്റെ മീറ്റിംഗ് ആണോല്. ഈ എന്താ മോളെ നോക്കി നിക്കണേ? പോയിട്ട് ഒരുങ്ങി വാ. ഉമ്മ, നിങ്ങള് ചേച്ചിയെ പറഞ്ഞയച്ച് തരില്ലാന്നാ ഞാൻ വിചാരിച്ചേ. ഇന്ന് ഈ സേതുവിന് ഒരു കാര്യം മനസ്സിലായി. എന്തായിനു? ഈ ഉമ്മ അമ്മ എന്നൊക്കെ ജാതി തിരിച്ചു പറഞ്ഞാലും അവരുടെ മനസ്സൊന്നാ. ആ മനസ്സിന്റെ വേദന അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാകും. അതുകൊണ്ടല്ലേ മോനെ ഞാൻ ഇവളെ അന്റെ കൂടെ പറഞ്ഞയക്കുന്നേ. പോയാട്ട രണ്ടാളും. ആ അമ്മേനെ കിടത്തി ഉറക്കിയിട്ട് വന്നാ മതിട്ടാ. എങ്ങട്ടാടി മോനെ? ഞമ്മള് അമ്മേനെ ഒന്ന് കാണാന്. നാട്ടക്കടിയാകട്ടെ. കേറി പോരിയാവത്തി. ഈ എന്തിനാണ്ടാ ഇങ്ങോട്ട് കയറി വന്നേക്കണ്? ഹാജിയാരെ, ഒന്ന് അവരെ എന്റെ കൂടെ പറഞ്ഞേച്ചു തരുമോ? എന്റെ അമ്മയ്ക്കൊരു ആശ്വാസത്തിനാ. എടാ, ഇവിടുത്തെ ആശ്വാസം കളഞ്ഞിട്ട് ഈ യാപ്പിട്ട അങ്ങനെ ഒരു ആശ്വാസം ഉണ്ടാക്കണ്ട. ഇനി പോനാ പറയക്കട. ഹാജിയാരെ, നിങ്ങളിങ്ങനെ പോയിക്കോളെ. ഉമ്മ എന്തേ ഇങ്ങ കോളെ ഒന്ന് പറഞ്ഞയച്ചാല്? ആ പെണ്ണുങ്ങൾ ഈ സുബേദാനെ കാണുന്ന എങ്ങനെയാന്ന് ബീവിക്കറിയോ? അവിടുന്ന് കാണാണ്ടായ പെണ്ണാന്ന് വിചാരിച്ചിട്ട്. ആ, അതിന്റെ പേരാ സുനിതാന്ന്. ഇവൾ അവിടെ സുബേദിയല്ല, സുനിതയാണ്. സുനിത. അതിനെന്താ? ഓലിക്കൊരു മനസമാധാനത്തിനല്ലേ? ആ, ഇപ്പം വന്നുപോയോന്റെ ഏട്ടനാ ഗോപി. ആയിക്കോട്ടേന്ന്. മുണ്ടാണ്ട് നിൽക്കുന്നതാണ് കേളി. ആ ഗോയിനായരെ പെണ്ണുങ്ങൾക്ക് വരാന്താ.
അതെനക്കറിയോ? കേട്ടേക്കണ്. അതുകൊണ്ട് തന്നെയാ ഞാൻ അവളോട് പോയിക്കോളാൻ പറഞ്ഞത്. ആ പെരാണ്ടി തള്ളേന്റെ മനസ്സിലിരിപ്പ് എന്താന്ന് നിനക്കറിയോ? പറഞ്ഞോളി, കേട്ടോളാം. സുനിത എന്ന് പറയുന്ന പെണ്ണിനെ തന്റെ മോൻ ഗോപീനെ കൊണ്ട് കെട്ടിക്കണോന്ന്. ഇനി കരിയൊന്നും വേണ്ട, അനക്കത്ര നിർബന്ധാണെങ്കിലും പോയിക്കോട്ടെ. എന്നിട്ടേ ഓല മതത്തിൽ ചേർത്ത് ആ ഗോപിക്ക് അങ്ങോട്ട് കല്യാണം കഴിപ്പിച്ചു കൊടുത്തോട്ടെ. എന്റെ ആചാരെ, നിങ്ങളെ പെണ്ണുങ്ങക്ക് പുത്തിന്ന് പറയണത് തൊട്ട് തീർപ്പിച്ചിട്ടില്ലെന്ന്. വേഗം അലിയുന്ന കലുവാണ് വരാനേ ഓള്. എന്താന്ന് ആ അതെന്തെങ്കിലും ആയിട്ടെ, ഞമ്മക്ക് ഞമ്മടെ കാര്യം പറയാലോ. മീറ്റിംഗില് ഞമ്മക്കിപ്പൊ എത്ര ഉറുപ്പ്യ കിട്ടി? അത് 70,000 ഉറുപ്പ്യ. തികയൂല. ചുരുങ്ങിയത് 1 ലക്ഷമെങ്കിലും വേണമെന്നല്ലേ ആചാര്യ പറയണത്? അവറാനെ, ഇവിടുത്തെ ഹിന്ദുക്കൾ അമ്പലത്തിന്റെ പിരിവ് തുടങ്ങിക്കുന്നു കേട്ടല്ലോ. അതല്ലോ ഓല ദൈവത്തിന്റെ കാര്യല്ലേ ഇന്ന്. എന്നാലേ അങ്ങനെ ഓലെ ഞമ്മളെ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തല്ല വരാനേ. എന്തേനു? ഇനിയും ചിലപ്പോ പള്ളിക്കാരും അമ്പലക്കാരും ഒന്നിച്ചു നിൽക്കേണ്ടിയും വരും. അതെന്തിനാന്ന്? പള്ളി അമ്പലവും നിക്കണ് ആ താണപ്രദേശത്തല്ലേ. അതിന് ഞമ്മക്കത് പൊന്തിക്കാൻ കഴിയും ആചാരെ? കേക്കുംപാടത്ത് ഓല് ബന്ദ് കെട്ടിയാലേ വെള്ളം ഒഴുകിപ്പോവുക അമ്പയിക്ക. പിന്നെ പള്ളിയും കാണൂല, അമ്പലവും കാണൂല. അതുമല്ല, എന്റെയും പരമേശ്വരൻ നായരെയും പോലത്തെ കുറച്ചാൾക്കാരെ അമ്പാകത്തെ കൃഷിയിടങ്ങള് വെള്ളത്തിന്റെ കുത്തുവയ്ക്കിൽ അങ്ങാട്ട് ഒലിച്ചു പോകുകയും ചെയ്യണോ. ബണ്ട് കെട്ടിയാല് ഈ പ്രദേശത്തുകാർക്ക് ഒരു രക്ഷയായിരുന്നു. അത് നമ്മൾ ഓർക്കണില്ല. വേണ്ട, രക്ഷയും ശിക്ഷയും പറിച്ച തമ്പുരാന് വിട്ടുകൊടുത്താലേ. ഉസ്മാൻ വരുന്നുണ്ട്. ഉസ്മാനെ, ഇക്കൊല്ലം നിങ്ങള് കേക്കുംപാടത്ത് ബണ്ട് കെട്ടുവോ? അതൊക്കെ ദേശക്കാരുടെ കാര്യ, അത് അവരാലോചിക്കും. ഞാനിപ്പോ വന്നതേ മറ്റൊരു കാര്യത്തിനാ. സുബൈദ, പോളെ കൊണ്ട് എന്താ കാട്ടാൻ പോണേ? മോനെ, ഈ പറയണേലും കാര്യമുണ്ട്, അന്റെ ബാപ്പ പറയണേലും കാര്യമുണ്ട്. ഞാൻ ഇവളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോവാ. ഉസ്മാനെ, ബാപ്പ തടുക്കാൻ നിൽക്കരുത്. വാ സുബൈദ. എടാ, ഇവളെ കണ്ടു കഴിഞ്ഞാ പിന്നെ അവിടെ നടക്കാൻ പോകുന്ന ആരെ കൊണ്ടാ നിയന്ത്രിക്കുവാൻ കഴിയ? അതിന് മറുപടി പറഞ്ഞിട്ട് പോയാ മതി. പറയാം ബാപ്പ മറുപടി. അന്ന് ഈ വീടിന്റെ പിന്നിൽ വന്നടിഞ്ഞ ശവം ആരുടേതായിരുന്നു? ആർക്കറിയാം? അത് നിങ്ങൾ ആ ഒഴുക്കിലേക്ക് കുത്തിമാറ്റി. അത് സുനിതയുടെ ശവമായിരുന്നു. എന്റെ റബ്ബേ, ഞാൻ പറഞ്ഞതാ മോനെ, അതാരാന്നറിഞ്ഞിട്ട് വേണ്ടപ്പെട്ടൊരു വിവരം അറിയിക്കാൻ. ആ ശവം കെട്ടിട്ടെങ്കിലും ജാനകി അമ്മയ്ക്ക് സത്യം ബോധ്യപ്പെടുമായിരുന്നു. ഇങ്ങനെയൊരു പ്രാന്ത് അവർക്ക് പിടിപെടില്ലായിരുന്നു. നേരെ മോനെ നീ ഈ പറയണത്. അല്ല, അതിനത് അപ്പെണ്ണിന്റെ ശവായിരുന്നു എന്താടാ ഒരു തീർച്ച? ഈ പ്രദേശത്ത് മറ്റൊരു പെൺകുട്ടിയെയും കാണാതായ വിവരം കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ബാപ്പ വിഷമിക്കണ്ട. സുബൈദയെ നിങ്ങൾ അവിടെ നിന്ന് കൊണ്ടുവരുമ്പോ അവളെ ഒരുത്തന് കല്യാണം കഴിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നല്ലോ. പറഞ്ഞു. ബാപ്പ ഭയപ്പെടുന്നൊന്നും സംഭവിക്കാതിരുന്നാലും മതിയല്ലോ. ഞാൻ അവളെ കെട്ടിക്കോളാം. എങ്ങനെ? ആയിക്കോട്ടെ മോനെ. ബാപ്പ എന്ത് പറയുന്നു? ആയിക്കോട്ടെ എന്ന് പറഞ്ഞോളീന്ന്. ഇവളെ വാപ്പാനോട് ഇങ്ങള് ചെയ്തേനെ പഠിച്ചോ നിങ്ങക്ക് പുറത്തു തരൂ. ഓക്കിഷ്ടാണെങ്കിൽ ഉസ്മാൻ ഓളെ കല്യാണം കഴിക്കുക തന്നെ ചെയ്യും. അല്ലാ, ചതിച്ച. ഉസ്മാനെ, എന്താ ഗോപി? ഞാൻ സുബൈദയും കൊണ്ട് അങ്ങോട്ട് പുറപ്പെടാൻ പോവാ. ധൃതി വെക്കണ്ട, വാ ഒരു കാര്യം പറയട്ടെ. ജാനകിയമ്മ മറ്റുള്ളവരുടെ കണ്ണു വെട്ടിച്ച് പുറത്തേക്ക് ഓടിപ്പോയെന്ന്. എന്റെ റബ്ബേ, ഇങ്ങോട്ട് എത്തിയോന്ന് നോക്കാനാ ഗോപി വന്നത്. ഞാനും കൂടെ ചെല്ലട്ടെ. പോകാം ഗോപി. ആ കാപ്രിച്ചിത്തള്ളക്ക് വേണ്ടിയിട്ടാണോടി അന്റെ കൽബ് പൊട്ടുന്നത്? ഇസ്ലാമിങ്ങൾ തന്നെ ഇല്ലേ ഇവിടെ കഷ്ടപ്പെടുന്നോടി? കരയുന്നുണ്ടെങ്കിൽ ഓർക്ക് വേണ്ടി കരഞ്ഞോടി. എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല ആചാര്യ. നമുക്ക് ആർക്ക് വേണ്ടിട്ടാണ് അഞ്ഞി ഇങ്ങനെ വിരളി എടുത്ത് നടക്കണേ? നിങ്ങൾക്കും ദീൻ ഇസ്ലാമിനും വേണ്ടിയിട്ട് എന്തേനു? ഞാനും ഒരു ഇസ്ലാമാ. എന്ത് ചെയ്യണോന്നും എന്ത് പറയണോന്നും എനിക്കറിയാം. നിന്റെ നാവുമ്പലും മനസ്സുമ്പലും കയറിയിട്ടില്ല നിന്റെ കളിയുണ്ടല്ലോ, അതിന് ഇനി ഞാൻ സമ്മതിക്കൂല. പോകാൻ നോക്കാം, എന്റെ പണിയും നോക്കിയിട്ട് ചെല്ലി. അച്ഛാ, ഇതും ഈശ്വരേച്ഛയാണോ അച്ഛാ? ചെയ്തു. അമ്മ പട്ടിണി കിടക്കായിരുന്നു ഇത്രയും ദിവസം. കൊടുക്കാഞ്ഞിട്ടല്ലോ, വേണ്ടാഞ്ഞിട്ടല്ലേ? അമ്മയ്ക്ക് തൊട്ടാ പൊള്ളുന്ന പനിയാ, പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരിക്കുക. അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ച അതും ഈശ്വരേച്ഛയാണെന്ന് അച്ഛൻ പറയും.
അമ്മ എവിടെ കൊണ്ടുവന്ന് കിടത്തിയിട്ട് ഏട്ടൻ എവിടെ പോയിരിക്കുക? വല്ല ഡോക്ടർമാരെയോ വൈദ്യന്മാരെയോ വിളിക്കാൻ പോയതാ. കാണുന്നില്ലല്ലോ അച്ഛ. ആരാടാ ഈ കാറ്റത്തും മഴയത്തും വരിക? ആരും വരില്ല. അപ്പോ അമ്മയുടെ കാര്യം നമ്മളൊക്കെ നോക്കി നിന്ന് സഹിക്കേണ്ടി വരും. അയ്യോ അച്ഛാ, അതിലുണ്ടോ? എന്താടാ? അയ്യോ എന്താ? അവിടെ അവിടെ ഒരു വീട് തകർന്ന് വീഴുന്നു. എവിടെ പോലെ? അച്ഛാ, അതാ അവിടെ കണ്ടോ? അയ്യോ അയ്യോ ദൈവമേ, അയ്യോ. കൃഷ്ണ, എന്തൊരു പ്രളയം! അച്ഛാ വല്യച്ഛൻ പോവുകയാണോ? പോകണ്ടെന്ന് പറയച്ചാ വല്യച്ഛനോട്. വല്യച്ഛ, ഏട്ടൻ എന്തിനുള്ള പുറപ്പാടാ? എടാ, ഇത് വെള്ളപ്പൊക്കല്ല, പ്രളയമാ. പ്രളയം. പ്രകൃതിക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക. ആ ഭ്രാന്തിലേക്കാണോ ഏട്ടൻ പോകാൻ തുടങ്ങുന്നത്? കൊടുങ്കാറ്റിൽ മാളിക കിടന്നാടുകയാണ്. പേടിച്ചിട്ട് ഇറങ്ങി വന്നതാ ഞാൻ. മരിക്കുകയാണെങ്കിൽ ആരെങ്കിലും കണ്ടുകൊണ്ട് മരിക്കാലോ. പ്രാർത്ഥിച്ചോ, വേറെ ഒരു വഴി ആർക്കുമില്ല. ഭഗവതി. ഗോപി, ആരും വന്നില്ലല്ലേ മോനെ? കേശവൻ വൈദ്യരൊരു മരുന്ന് തന്നിട്ടുണ്ട്, ഞാനത് കൊടുക്കട്ടെ അച്ഛൻ. ഏട്ടാ, അന്ന് കിഴക്കൻ ഭാഗത്ത് ബണ്ട് കെട്ടാൻ ശ്രമം നടന്നപ്പോ നമ്മളത് എതിർക്കരുതായിരുന്നു. ഏട്ടൻ പറഞ്ഞിട്ടാ ഞാൻ എതിർപ്പിന് കൂട്ടുന്നത്. മാപ്പിളാരുണ്ടായിരുന്നല്ലോ അന്ന് എതിർക്കാൻ. അത് നമുക്കൊരു ന്യായമാക്കിക്കൂടെ ഏട്ടാ? അമ്പലത്തിന്റെയും പള്ളിയുടെയും പിന്നിൽ ഒളിഞ്ഞിരുന്ന് നാം ഈ പ്രദേശത്തുകാരെ വഞ്ചിക്കുകയായിരുന്നില്ലേ? ആ ഭാഗത്തെ നിലമുടമകൾക്ക് വേണ്ടി അന്നേറ്റം വന്ന് കയറിയപ്പം ദൈവങ്ങളെയൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ചില്ലേ? അതൊരു തെറ്റായി പോയി എന്നാണോ വിവക്ഷ? അത് കേട്ടിട്ട് എന്റെ മോൻ സേതു എന്നോട് ചോദിച്ചു, എവിടുന്ന് വിളിച്ചാലും ദൈവങ്ങൾ വിളി കേൾക്കുമെങ്കിൽ അമ്പലത്തിലും പള്ളിയിലും പോകാൻ എന്തിനാ ഇങ്ങനെ പാടുപെടുന്നത് എന്ന്. കൃഷ്ണ, ഞാൻ എന്തായി കിളക്കുന്നത്? അച്ഛാ, എന്താടാ? അമ്മ മരുന്ന് കഴിക്കുന്നില്ല അച്ഛാ. ഒഴിച്ചു കൊടുക്കുമ്പോ തുപ്പിക്കളയ. സുനിത മോള് മാത്രമാണ് അവളുടെ മരുന്ന്. മറ്റൊന്നുകൊണ്ടും എന്റെ ജാനകി രക്ഷപ്പെടില്ല. ഏട്ടനെന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? അയ്യോ അച്ഛാ, അമ്മ. എന്റെ മോളെവിടെ? എന്റെ സുനിത മോളെവിടെ? ഗോപി, നിങ്ങളെ കല്യാണം കാണാൻ എനിക്ക് കഴിയില്ലടാ. കല്യാണോ? അമ്മയെ അകത്തു കൊണ്ടുപോയി കിടത്ത്. ഇല്ല അച്ഛാ, ഞാൻ പോകുന്നു. നിന്റെ അമ്മയെ ഈ അവസ്ഥയിൽ വിട്ടിട്ടോ? അതെ അച്ഛാ, ഞാൻ തിരിച്ചു വരുന്നത് സുനിതയും കൊണ്ടായിരിക്കും. അതെ, ഇപ്പോ അമ്മയുടെ സുനിത, സുബൈദേ. എടാ, അതിന് ആ ഹാജിയാരും അയാളുടെ സമുദായവും ഒരിക്കലും നിന്നെ അനുവദിക്കില്ല. ആ കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ ആലോചിക്കുന്നില്ല. അങ്ങനെ അവളെയും കൊണ്ട് നീ ഇങ്ങോട്ട് വന്ന നിന്റെ വലിയച്ഛനായ ഈ പരമേശ്വരൻ നായർ ഇവിടെ കാണില്ല. ഈ വീട്ടിലിപ്പോ വലിയച്ഛനല്ല പ്രശ്നം, അമ്മയാണ്. ഞാൻ കാരണവരായിട്ടുള്ള ഹൈന്ദവ കുടുംബത്തിന്റെ പ്രശ്നമാണിത്. ഹാജിയാരും അയാളുടെ സമുദായത്തിന്റെ പേരിലല്ലേ നമ്മളോട് സംസാരിച്ചത്? അച്ഛൻ ആ സ്കൂളിലൊന്ന് പോയി നോക്കണം. ജാതി മതങ്ങളുടെ മതിലുകൾ അവിടെ പൊളിഞ്ഞു കിടക്കുന്നു. അവിടെ എത്തിപ്പെട്ടവർ സ്വന്തം പേരുകളും വിശ്വാസങ്ങളും അന്വേഷിക്കുന്നില്ല. ഗോപി, ഞാൻ അമ്മയ്ക്കൊരു മരുന്നുമായിട്ടാ വന്നിട്ടുള്ളത്. പരമേശ്വരൻ നായരെ, തോറ്റിട്ടല്ല വന്നേക്കണേ, തോക്കുവൊന്നുമല്ല. തോൽപ്പിക്കാനായിരിക്കും. എന്നെ തോൽപ്പിക്കാൻ? അതുമല്ല. പിന്നെ എന്തിനാണാവോ ഈ എഴുന്നള്ളത്ത്? ഇവിടെ ഗോവിന്ദൻ നായര് പെണ്ണുങ്ങള് അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നറിയാണ്ട് കിടക്കുവാന്ന് ഉസ്മാൻ ബന്ദ് പറഞ്ഞ് തൽക്കാലം കുറച്ച് ആശ്വാസമായിക്കോട്ടേന്ന് ഉസ്മാനും എന്റെ പെണ്ണുങ്ങളും പറഞ്ഞുകൊണ്ട് കൂട്ടിക്കൊണ്ടുവന്നതാ. പിന്നെ ഓൾ ഇവിടെ അങ്ങനെ കുടുങ്ങിപ്പോണ്ടാന്ന് വിചാരിച്ച് തിരിച്ച് കൂട്ടിക്കൊണ്ടുപോവാൻ. ആഹാ, വലിയ കാരുണ്യായി പോയി. ആവശ്യമുണ്ടായിരുന്നില്ല. ആ നായരിപ്പൂവ പഴയ വിചാരത്തിൽ തന്നെയാ. നിങ്ങൾ എനിക്ക് ഭൂമി വിൽക്കുമ്പോ ആടെ പള്ളി പണിയാൻ പാടില്ല എന്ന് പറഞ്ഞിനൊന്ന് വിൽക്കുന്ന ഒരാളും അങ്ങനെ പറയാനും പാടില്ലാത്തതാ. എന്തായാലും അതിന്റെ ദുരന്തഫലം അനുഭവിക്കുന്നവനാ ഞാൻ. ഇനി അതിന്റെ കണക്ക് പറയണ്ട. ദുരന്തഫലം എന്ന് പറഞ്ഞില്ലെങ്കില് നിങ്ങളെ പഴയ കണക്ക് ബുക്ക് തുറന്നു വെച്ചിട്ട് തന്നെയാ നായരെ പറയണേ. ഞമ്മക്ക് ഞമ്മളെ കണക്കുണ്ട്. നിങ്ങളെ കെട്ടിയോളിച്ചത്തന്ന് ഞമ്മളും കുറെ കരഞ്ഞേക്കുന്നു. ആഹാ, എന്റെ ഭാര്യ മരിച്ചപ്പോ നിങ്ങൾ കരഞ്ഞു വന്നു? അന്ന് തന്നെയാ ഞമ്മളെ പുന്നാര മോള് മയ്യത്തായി ഞമ്മളെ വിട്ടു പിരിഞ്ഞു പോയി. സൂക്കടായിട്ട് തന്നെ അത് ഇങ്ങളും മാരണം ചെയ്തിട്ടാന്ന് ഞമ്മളും പറഞ്ഞാട്ടെ. ഇങ്ങക്ക് ഇങ്ങടെ അമ്പലം വലുതാണെങ്കിൽ ഞമ്മക്ക് ഞമ്മടെ പള്ളി വലുതാ. ബാപ്പാ, ഈ സമയത്താണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഈ സമയത്തിന് എന്താണ്ടാ ഒരു കുഴപ്പോ? കുഴപ്പം സമയത്തിന്റെ അല്ല, സ്ഥലത്തിന്റേതാ. സമയവും കാലവും തെറ്റിക്കുന്ന പ്രളയത്തിന്റെ മുന്നിലാണ് നിൽക്കുന്നതെന്ന് ഓർക്കണം. കലങ്ങി മറിഞ്ഞ് കൂലം കുത്തി ഒഴുകുന്ന ആ ഒഴുക്കിലേക്കൊന്ന് ചാടി ഇറങ്ങി നോക്കാമോ നിങ്ങൾക്ക്?
കീരിയും പാമ്പും കോഴിയും കുറുക്കനും ആടും ചെന്നായും ഒക്കെ അതിൽ കാണും. നമ്മൾ പഠിപ്പിക്കണ്ട. പരമേശ്വരൻ നായരെ, എന്നെയും പഠിപ്പിക്കാൻ വരണ്ട. പഠിപ്പിക്കുന്നില്ല, എന്നാൽ സ്വയം പഠിച്ചാൽ മതി. അള്ളാഹു ആയാലും ഈശ്വരനായാലും കുടികൊള്ളുന്നത് മനുഷ്യരുടെ മനസ്സുകളിലാണ്. അവരില്ലെങ്കിൽ ദൈവങ്ങളുടെ ആസ്ഥാനങ്ങൾ എവിടെയായിരിക്കും? അമ്പലങ്ങളുടെയും പള്ളികളുടെയും അർത്ഥങ്ങൾ പിന്നെ എന്തായിരിക്കും? അതുകൊണ്ട് ആദ്യം മനുഷ്യരെ രക്ഷിക്കുന്ന കാര്യം പറയൂ. അവരെ രക്ഷിച്ചാൽ അമ്പലങ്ങളും പള്ളികളും അവര് തന്നെ പണിതുകൊള്ളും. എന്റെ ബാപ്പയോടും കൂടിയാ ഞാനിത് പറയുന്നത്. ജാനകി അമ്മയ്ക്ക് ഭ്രാന്താണെന്ന് നമുക്ക് പറയാം. ആ ഭ്രാന്ത് സ്നേഹത്തിന്റെ ഭ്രാന്ത, ഒരമ്മയുടെ ഭ്രാന്ത. ഭ്രാന്തെന്ന് പറഞ്ഞ് നിങ്ങൾ അതിനെ അപമാനിക്കരുത്. അമ്പലവും പള്ളിയും വെള്ളത്തിലാകുമെന്ന് പറഞ്ഞ് മനുഷ്യരെ മറക്കുന്നവരാ നിങ്ങൾ. ബാപ്പാ, പടച്ച തമ്പുരാൻ പഠിച്ചത് മുസ്ലിങ്ങളെ മാത്രമാണോ? ബ്രഹ്മാവ് സൃഷ്ടിച്ചത് ഹിന്ദുക്കളെ മാത്രമാണോ? കുറച്ചു നേരം ഈ ജാതി മതങ്ങളുടെ വേലിക്കെട്ടിൽ നിന്ന് പുറത്തു വന്ന് നിങ്ങൾക്ക് ഈ അവസ്ഥയെ കാണാൻ കഴിയൂ? അച്ഛാ, അമ്മയുടെ രോഗം മനസ്സിന്റേതാണ്. സുബൈദ വന്ന് വിളിച്ചപ്പോ അമ്മ കണ്ണു തുറന്നു. ആ മുഖത്തുണ്ടായ പ്രകാശം കണ്ടില്ലേ അച്ഛാ? അത് നമുക്ക് നിലനിർത്തണം. അമ്മ ജീവിക്കണം. അതുകൊണ്ട് വല്യച്ഛനോടും ഹാജിയാരോടും പറയൂ അച്ഛാ. എന്തു മോനെ? സുബൈദയെ അമ്മയ്ക്ക് വിട്ടുകൊടുക്കാൻ. എങ്ങനെ? എനക്ക് അതിന് മറുപടി കിട്ടണോ? മറുപടി ഞാൻ തരാം. അവളെ ഹിന്ദുമതം വിശ്വസിപ്പിച്ച് ഗോപി അവളെ വിവാഹം കഴിക്കട്ടെ. എനിക്ക് യാതൊരു എതിർപ്പുമില്ല. ഹാജിയാരെ, ഞാൻ അതിന് തയ്യാറാണ്. ആണാ? എന്നാ ഇനി ആദ്യം ഇസ്ലാം മതം സ്വീകരിക്ക്, എന്നിട്ടോളെ കെട്ടിക്കോ. എനിക്ക് യാതൊരു വിരോധവും ഉണ്ടാവൂല. എന്റെ ഞാൻ എന്തിനും ഒരുക്കമാണ്. ഗോപി, ഈ കാര്യത്തിൽ എന്റെ ബാപ്പ ജയിക്കരുത്. നിന്റെ വല്യച്ഛനും ജയിക്കരുത്. ഇറങ്ങി പോടാ അവിടുന്ന്. ഏട്ടാ, എന്താടാ? ഇത് എന്റെ വീടാണ്. ആണോ? എങ്കിൽ ആ അധികാരം ഇവിടെ നടക്കട്ടെ. ഗോയിനാരെ, ഇനി നമ്മൾ ഇവിടെ നിൽക്കുന്നില്ല. നിങ്ങളെ പെണ്ണിനെ ഇങ്ങോട്ട് പറഞ്ഞയച്ചു തന്നാളി. ബാപ്പാ, ആചാരെ, എന്തിനും തയ്യാറാണെന്ന് എന്റെ മോൻ പറഞ്ഞു കഴിഞ്ഞു. അവന്റെ അച്ഛനായ ഞാൻ അതിന് താഴെ ഒപ്പുവെക്കുന്നു. സുബൈദ ഹിന്ദുവായിട്ടോ ഗോപി മുസ്ലിമായിട്ടോ ഈ വിവാഹം നടക്കില്ല. മോനെ, മോനെ ഗോപി, എന്താ നിങ്ങളുടെ കല്യാണം കഴിയുന്നവരെ ഈ അമ്മ ജീവിച്ചിരിക്കില്ല. ഞാൻ എന്റെ സുനിത മോളെ നിന്നെ ഏൽപ്പിക്കട്ടെ. ആ കൈ ഇങ്ങോട്ട് കൊടുക്കണ കൈ. അമ്മ തരുന്നത് ഏറ്റുവാങ്ങിക്കേ. അമ്മ തരുന്നത് സുനിതയുടെ കൈയായിരിക്കും. നീ ഞങ്ങളുടെ മുന്നിൽ വെച്ച് ഏറ്റുവാങ്ങുന്നത് മതം മാറുകയോ മതം മാറ്റുകയോ ചെയ്യാത്ത സുബൈദയുടെ കൈയായിരിക്കും. നിനക്ക് പെരാന്താ? ഇവിടെ അതെ ബാപ്പ, എനിക്ക് ഭ്രാന്ത, പച്ച ഭ്രാന്ത്. എനിക്ക് മാത്രമല്ല, അതാ ആ വീഴുന്നത് കണ്ടോ, ആ തകരുന്നത് കണ്ടോ? പള്ളികൾ, അമ്പലങ്ങൾ, ചർച്ചുകൾ, അതിനുള്ളിൽ നിന്നും ദൈവങ്ങൾ അലറി നിലവിളിക്കുന്നു. ചെല്ലു ബാപ്പ, ചെല്ല്. അതിനുള്ളിൽ നിന്ന് നിങ്ങൾ ദൈവങ്ങളെ രക്ഷിക്കേ. തനിച്ചു പോകണ്ട ഹാജിയാരെ, നിലയും നിലവുമില്ലാത്തതാ. ഇതാ ഒരു കൂട്ടുകാരൻ, വലിയച്ഛൻ. ആളുകൾ ഇനിയും വേണ്ടേ? കൂട്ടിക്കോളൂ. പോകുമ്പോ ചർച്ചകൾ ഉണ്ടാവും. അവിടെയുമുണ്ട് നിങ്ങളുടെ കൂട്ടുകാർ. എല്ലാവരെയും കൂട്ടിക്കോളൂ. കൃഷ്ണ, ഗോവിന്ദ, ഉറച്ചു നിൽക്കാൻ പറ്റത്തില്ലല്ലോ. ഞാൻ ആടിപ്പോകുന്നു, ഞാൻ പതറിപ്പോകുന്നു, ഞാൻ വെള്ളപ്പൊക്കം നാടകം ഇവിടെ പൂർണ്ണമാവുന്നു. രചന കെ.ടി. മുഹമ്മദ്. സംവിധാനം സി. കൃഷ്ണകുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: പരമേശ്വരൻ നായർ വി. നാരായണൻ, ഗോവിന്ദൻ നായർ വിജയൻ വി. നായർ, കുഞ്ഞാലി ഹാജി രാജഗോപാലൻ കാരപ്പറ്റ, അവറാൻ മുഹമ്മദ് പേരാമ്പ്ര, ഗോപി വിശ്വൻ നന്മണ്ട, ഉസ്മാൻ ഹേമന്ത് കുമാർ മാങ്കാവ്, സേതു ഡോക്ടർ റോഷൻ ബിജലി, ജാനകി എൽ.സി. സുകുമാരൻ, ബിയാത്തു ടി. സൌജത്ത്, സുബൈദ എ.എൻ. ജഷിതകുമാരി.